സന്യാസാശ്രമധർമ്മവിധാത്രീം ബ്രഹ്മജ്ഞാനസുധാരസദാത്രീം സദ്ഗുരുരൂപധരാം സർവജ്ഞാം അമൃതാനന്ദമയീം പ്രണമാമി. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ബ്രഹ്മചര്യവ്രതീ ദണ്ഡീ സർവവേദാന്ത പണ്ഡിത ശ്രീമദ്വിവേകയോഗീ മാം പ്രചോദയതു സർവദാ. അപാര സച്ചിത് സുഖവാരിരാശേഃ യസ്യോർമിമാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തം രമണം ഗഭീരം ചിന്താവിഹീനം ഹൃദി ചിന്തയാമി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ജയ ജയ ശങ്കര ഹര ഹര ശങ്കര ജയ ജയ ശങ്കര ഹര ഹര ശങ്കര ജയ ജയ ശങ്കര ഹര ഹര ശങ്കര ജയ ജയ ശങ്കര ഹര ഹര ശങ്കര. നമസ്കാരം. കോട്ടയം ജില്ലയിലെ പാമ്പാടി ദേശത്തുള്ള കോത്തല ഇളങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന 6ാമത് ഹിന്ദുധർമ്മ പരിഷത്തിന്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ സംസാരിക്കാൻ എത്തിയിരിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് മൈക്കിന്റെ ഇക്കോ ലേശം കുറയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്താൽ വ്യക്തത കൊടുക്കുക. ഓപ്പറേറ്ററോട് പറഞ്ഞിട്ട് അതിന്റെ മുഴക്കം കുറച്ച് കുറയ്ക്കാൻ വേണ്ടി പറയണം. കാരണം ശബ്ദം അർത്ഥബോധത്തിൽ ഉണ്ടാക്കേണ്ടതാണ്. ശബ്ദം മുഴക്കമായി പോകരുത്. ശബ്ദം അർത്ഥബോധത്തിൽ ഉണ്ടാക്കണം. പറയപ്പെടുന്ന ശബ്ദം കേട്ട് അർത്ഥബോധം ജനിക്കണം. അപ്പോഴാണ് ആ പറഞ്ഞ കാര്യത്തിന് വില ഉണ്ടാവുക. മുഴക്കം കുറച്ച് കുറയ്ക്കണം. ഇപ്പോൾ കുറച്ച് നല്ല എക്കോ ഇല്ലെങ്കിൽ തരപ്പെടുന്നില്ല. കാരണം നമ്മുടെ ഈ കേൾക്കുന്നവരെല്ലാം ലൈവ് പോകുന്നവർക്ക് തീരെ വ്യക്തമാവില്ല. ഇപ്പോൾ നന്നായി കുറച്ചോളൂ. എക്കോ ഒട്ടും വേണ്ട. നമ്മളിരിക്കുന്നത് ദുർഗാ പരമേശ്വരിയുടെയും പറഞ്ഞിട്ടില്ല ദുർഗാ പരമേശ്വരിയുടെയും ഭദ്രകാളിയുടെയും ക്ഷേത്രത്തിന്റെ മുറ്റത്താണ്. 2 ഉത്സവങ്ങൾ പ്രത്യേകം നടത്തപ്പെടുന്ന ക്ഷേത്രം. ദുർഗയും ഭദ്രകാളി. വേദം മുതൽ സ്തുതിക്കപ്പെടുന്ന മൂർത്തിയാണ് ദുർഗ. വേദത്തിലെ ദുർഗാ സൂക്തം പ്രസിദ്ധമാണ്. ജാതവേദസേ സുനവാമ സോമം അരാധീയതോ ദഹാദിവേദ സനഃ പരിഷദ് ദുർഗാണി വിശ്വ നാവേവ സിന്ധും ദുരിതാത്യഗ്നി എന്ന് തുടങ്ങുന്ന വൈദിക സൂക്തം, ദുർഗാ സൂക്തം പ്രസിദ്ധമാണ്. വീട്ടിലെ ദാരിദ്ര്യം ഇല്ലാതാക്കുക. ഇപ്പോഴും അത് പറഞ്ഞിട്ടില്ലല്ലോ. വീട്ടിലെ ദാരിദ്ര്യം ഇല്ലാതാക്കുക. ഭവദുരിതങ്ങളിൽ നിന്ന് നൗക പോലെ നമ്മെ അക്കരെ എത്തിക്കുന്ന താരിണി, ഭവതാരിണി എന്ന ഭാവമാണ് ദുർഗയ്ക്ക്. നാവേവ സിന്ധും. നാവേവ എന്ന് പറഞ്ഞ നൗകയാണ്, വലിയ കപ്പൽ. കടലിലെ കപ്പൽ പോലെ നമ്മുടെ എല്ലാം ജീവന്മാരെയും സംസാര സമുദ്രത്തിൽ അക്കരെ എത്തിക്കുന്ന ശക്തിയാണ് ദുർഗ. ആ ദുർഗാ പരമേശ്വരിയുടെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. പോരാത്തതിന് ആഗമശാസ്ത്രങ്ങളിൽ ഏറ്റവും ഭദ്രത്തെ ദാനം ചെയ്യുന്ന, മംഗളത്തെ ദാനം ചെയ്യുന്ന മൂർത്തിയായി പറയപ്പെടുന്ന ഭക്ത സംരക്ഷകയായിട്ടുള്ള ഭദ്രകാളിയും ഇവിടെ ഉണ്ട്. അംഗനവാടിയല്ല എന്ന് പ്രത്യേകം ഓർക്കണം.
അങ്കണവാടി നഴ്സറി അല്ല, വളരെ ശ്രദ്ധിച്ച് കുട്ടികളെ ഇറക്കിയിരുത്തണം. ചിലർ പറയും ഇയാൾ എത്ര ക്രൂരനാണോ കുട്ടികളെയൊക്കെ ഇങ്ങനെ പറയാം. അതല്ല, ആളുകളുടെ ശ്രദ്ധ തെറ്റുകൊണ്ടാണ്. ദയവ് ചെയ്ത് കുട്ടികളെ ഇറക്കിയിരുത്തണം. അപ്പൊ എന്താണ് പറയുന്നതാണല്ലോ, ഭർത്താവിന്റെയും ശ്രോതാവിന്റെയും ശ്രദ്ധകൾ സമ്മേളിക്കുമ്പോഴാണ് ഒരു പ്രവചനം ധന്യമാകുന്നത്. ഭർത്താവിന്റെയും ശ്രോതാവിന്റെയും ശ്രദ്ധകളെ മേളിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നവർ മക്കളെ അടക്കിയിരുത്തുക. നുള്ളരുത്, പിച്ചരുത്, അടക്കിയിരുത്തുക. വലിയ ശല്യം കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അമ്മയും മക്കളും കൂടെ പുറത്തു പോയി അപ്പുറത്ത് മാറിയിരിക്കുക. വിഷമമുണ്ട്, കാരണം പല ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ആവർത്തിച്ച് പറയേണ്ടി വരികയാണ്. നമ്മുടെ ധർമ്മം ഇനി അങ്ങോട്ട് നശിക്കാനില്ല. അത്രയും അടിവേററുത്തു കളഞ്ഞിരിക്കുന്നു മഹാരോഗങ്ങൾ ചേർന്ന്. സംഘടിത മതങ്ങളുടെ കയ്യേറ്റം ഒരു വശത്ത്, സംഘടിത മതങ്ങളുടെ പാതുകവാഹകരായിട്ടുള്ള കമ്മ്യൂണിസം മറ്റൊരു വശത്ത്. ഇങ്ങനെ ഹിന്ദുധർമ്മം വേരറ്റു പോവുമെന്ന ഒരു ഘട്ടത്തിലെത്തി നിൽക്കുമ്പോഴാണ് യുഗപ്രഭാവന്മാരായിട്ടുള്ള അവതാരങ്ങളും ആചാര്യന്മാരും നമുക്കുണ്ടായിട്ടുള്ളത്. ബ്രിട്ടീഷുകാര് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് അന്നത്തെ ഹിന്ദുക്കൾ ചിന്തിച്ചിട്ടുണ്ടാവുക ഇതായിരിക്കും, അതായത് നമുക്കിനി രക്ഷയില്ല, നമുക്കിനി നമ്മുടെ ധർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ടോ നമ്മുടെ ധർമ്മത്തിന്റെ മഹിമയെ വിശ്വസിച്ചുകൊണ്ടോ മുന്നോട്ടൊരു പോക്ക് സാധ്യമല്ല എന്നായിരിക്കും അക്കാലത്തെ ഹിന്ദുക്കൾ ചിന്തിച്ചിട്ടുണ്ടാവുക. എന്നാൽ ഈശ്വരഹിതം മറിച്ചായിരുന്നു. കാരണം ഇത് സനാതന ധർമ്മമാണ്. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ നശിക്കാത്ത മൂല്യങ്ങളുള്ള, അല്ലെങ്കിൽ നശിക്കാത്ത മൂല്യങ്ങൾ പഠിപ്പിക്കുന്ന ധർമ്മം. അനശ്വരമായ മൂല്യങ്ങളാണ് നമ്മുടെ പ്രത്യേകത. കേവലം ആചാരങ്ങളിൽ കെട്ടുപിടഞ്ഞു കിടക്കുന്ന ഒരു മത സംവിധാനമല്ല, മറിച്ച് മൂല്യങ്ങളെ അനുഷ്ഠിക്കുന്ന കുറെ പേരുള്ള സംസ്കാരമാണ്. എന്തുകൊണ്ടാണ് സംസ്കാരം എന്ന് വിളിക്കപ്പെടുന്നത്? മൂല്യങ്ങൾക്ക് ആചാരങ്ങളെക്കാൾ വിലയുള്ളത് കൊണ്ടാണ് സംസ്കാരം എന്ന പേര് വരാൻ കാരണം. അത് നമ്മെ സംസ്കരിക്കുന്നു. ഇറ്റ് പ്യൂരിഫൈസ് us, it cultures us. നമ്മുടെ ഉള്ളിൽ കിടന്ന് നമ്മളെ നവീകരിച്ച് പരിഷ്കരിച്ച് നമ്മെ ശുദ്ധരാക്കി തീർക്കുന്നു, മോക്ഷത്തിന് അർഹരാക്കി തീർക്കുന്നു ഹിന്ദുധർമ്മം. ആരാണ് ഹിന്ദു? ഹിന്ദു എന്ന് പറഞ്ഞാൽ ആരാണ്? പല 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 ഡെഫിനിഷൻസ് ഉണ്ട്. പക്ഷെ ഒന്ന് മനസ്സിലാക്കൂ, പ്രണവത്തെ, ഓംകാരത്തെ പരമപവിത്രമായി കാണുന്ന ജനതയാണ് ഹിന്ദു. പ്രണവത്തെ, ഓംകാരത്തെ പരമപവിത്രമായിട്ട് കാണുന്നുണ്ട്. കാരണം വേദമാണ് ലോകത്തിലെ ആദ്യത്തെ വിജ്ഞാന രാശി. വേദം എന്നാൽ അറിവ്. എന്തറിവാണ്? കർമ്മം എങ്ങനെ ചെയ്യണമെന്ന അറിവ്, മോക്ഷം എങ്ങനെ നേടണമെന്ന അറിവ്, അവനവനെ കുറിച്ചുള്ള അറിവ്. കർമ്മം എങ്ങനെ ചെയ്യണമെന്ന അറിവ്, മോക്ഷം എങ്ങനെ നേടണമെന്ന ഉപായം, അവനവനെ കുറിച്ചുള്ള അറിവ്. ഈ മൂന്ന് തലങ്ങളിലാണ് വേദം എന്ന പദത്തിന്റെ അറിവ് എന്ന പദത്തിനർത്ഥം. അവിടെ കർമ്മം എന്ന് പറയുമ്പോൾ വൈദികം കർമ്മം, അഗ്നിഹോത്രാദി കർമ്മങ്ങൾ, യാഗാദി കർമ്മങ്ങൾ, ഇഷ്ടികൾ, ഇതൊക്കെ എങ്ങനെ ചെയ്യണം, എന്തെല്ലാം ദ്രവ്യങ്ങൾ ഉപയോഗിക്കണം, ഏതൊക്കെ കാലത്ത് ചെയ്യാം, എങ്ങനെ ചെയ്യണം, കർമ്മം ചെയ്തതുകൊണ്ട് ഗുണമെന്താണ്, ഇത്തരം ഫലവാക്യങ്ങളും വിധിവാക്യങ്ങളും വേദത്തിലുണ്ട്. വിധിവാക്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യരുത്, ഇതാണ് വിധിവാക്യം. ഇപ്പോ അനാശ്രമീന തിഷ്ഠേത, അനാശ്രമിയായി ഇരുന്നുകൂടാ. എന്താ അനാശ്രമി എന്ന് പറഞ്ഞാൽ? ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നീ 4 ആശ്രമങ്ങളാണ്, ചതുരാശ്രമങ്ങളാണ് ഹിന്ദുവിനുള്ളത്. ജനിച്ച പടി ജീവിക്കരുത് എന്നർത്ഥം. ബ്രാഹ്മണന് ദ്വിജൻ എന്ന് പര്യായം. ദ്വിജൻ, ദ്വിജൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത് ജനിച്ചവൻ, രണ്ടാമത് ജന്മം ഉള്ളവൻ. എന്താ രണ്ടാമത് ജന്മം? ആദ്യത്തെ ജന്മം അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്കുള്ള ജന്മം. അതിനുശേഷം സംസ്കാര ക്രിയകൾ കൊണ്ട് ഗായത്രി മാതാവിന്റെ ഗർഭത്തിൽ ഒരു പ്രവേശമുണ്ട്. ആചാര്യന്റെ അല്ലെങ്കിൽ അച്ഛന്റെ ഗായത്രി ഉപദേശം കൊണ്ട് ഗായത്രിയെ വീണ്ടും അമ്മയായി സങ്കല്പിച്ച്
ഗായത്രി ഗർഭപ്രവേശം നടക്കുന്നു. അതിലൂടെ രണ്ടാമത്തെ ജന്മമായി അവന്. ഇതാണ് ദ്വിജൻ എന്ന് പറയാൻ കാരണം. സംസ്കാരത്തിൽ വീണ്ടും പുനർജനിച്ചാലേ യഥാർത്ഥത്തിൽ ദ്വിജനാവുന്നുള്ളൂ. ഉപനയന കർമ്മം ചെയ്യുന്നതോടുകൂടി ദ്വിജത്വം വരികയാണ്, വിപ്രത്വം, ബ്രാഹ്മണത്വം വരികയാണ്. ഈ രണ്ടാമത്തെ ജന്മം എന്ന് പറയുന്നത് സവിശേഷമാണ്. ഈ രണ്ടാമത്തെ ജന്മത്തിൽ അമ്മയെ കണ്ടു, ഗായത്രിയാണ് അല്ലെ, വേദമാതാവ്, സകല വേദമന്ത്രങ്ങളുടെയും റാണി, രാജ്ഞി എന്നൊക്കെ അറിയപ്പെടുന്ന ഗായത്രി മന്ത്രം വേദത്തിലെ ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ടുന്ന മന്ത്രമാണ്. ദ്വിജസേവിതയായിട്ടുള്ള മന്ത്രം, വിപ്രന്മാരാൽ സേവിക്കപ്പെടുന്ന മന്ത്രമാണ്. ഗായത്രി എന്നത് മന്ത്രത്തിന്റെ പേരല്ല, മന്ത്രം ദർശിക്കപ്പെട്ട വൃത്തത്തിന്റെ പേരാണ്, ഛന്ദസിന്റെ പേരാണ്. ശരിക്കും മന്ത്രത്തിന്റെ പേര് സാവിത്രി എന്നാണ്. അതുകൊണ്ടാണ് ലളിതാ സഹസ്രനാമത്തിൽ ഗായത്രി, സാവിത്രി, സന്ധ്യ, ദ്വിജവൃന്ദ നിഷേവിത എന്ന് മന്ത്രം വന്നിരിക്കും. സാവിത്രി മന്ത്രമാണ് 24 അക്ഷരങ്ങളുള്ള ഗായത്രി. ഒരക്ഷരം കുറഞ്ഞാൽ നിചൃത് ഗായത്രിയായി. അപ്പൊ ഗായത്രി മന്ത്രം നിചൃത് ഗായത്രി മന്ത്രമായി. ഒന്ന് കുറവുള്ള മന്ത്രമാണ്, അക്ഷരം ഒരു വർണ്ണം കുറവുള്ള. ആ ഗായത്രി മന്ത്രത്തെ സന്ധ്യകളിൽ ഉപാസിക്കുന്നത് കൊണ്ട് സന്ധ്യാകാലത്തിനും ദേവി എന്ന പരിഗണന കിട്ടി. സന്ധ്യ, സന്ധ്യായൈ നമഃ മന്ത്രമുണ്ട്. ലളിതാ സഹസ്രനാമത്തിൽ മന്ത്രമുണ്ട്. എന്താ മന്ത്രം വരാൻ കാരണം? ഈ ഗായത്രി പരമ പവിത്രമായിരിക്കുന്ന ഗായത്രി മന്ത്രത്തെ ഉപാസിക്കപ്പെടുന്ന എപ്പോഴാണ്? സന്ധ്യകളിലാണ്. ഒരു ദിവസം എത്ര സന്ധ്യയുണ്ട്? 3 സന്ധ്യയുണ്ട്. പ്രാതഃസന്ധ്യ, മാധ്യാഹ്നിക സന്ധ്യ, സായം സന്ധ്യ. പ്രാതഃസന്ധ്യ എപ്പോഴാണ്? രാത്രി ഒട്ട് പോയിട്ടുമില്ല, പകലൊട്ട് വന്നിട്ടുമില്ല. അങ്ങനെ രാവും പകലും സന്ധ്യ ചെയ്യുന്നത് കൊണ്ടാണ് സന്ധ്യ എന്ന പേര്. ഇരുളൊഴിഞ്ഞില്ല, സൂര്യന്റെ തേര് വന്നിട്ടില്ല. അപ്പൊ ഒരു ഇരുണ്ട് എന്നാൽ വെളുത്ത് ഇരിക്കുന്ന ഒരു സമയമുണ്ട് അല്ലെ, സന്ധ്യാസമയമാണ്. ഈ സമയത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഹിന്ദുക്കളെ സംബന്ധിച്ച് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇതൊരു ആധ്യാത്മിക പഠന കളരിയായിട്ട് കരുതുക, അല്ലെങ്കിൽ ഒരു ജ്ഞാന വിചാര യജ്ഞമായിട്ട് കരുതുക. ഒരു പ്രഭാഷണം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറെ കാര്യങ്ങൾ അറിയാമെന്ന് അറിയിക്കാനുള്ള സ്ഥലമല്ല. എനിക്കറിയുന്നവയെ സുഷ്ടുവായി ശ്രദ്ധയോടുകൂടി നിങ്ങളെ അറിയിക്കാനുള്ള ഇടമാണ്. ഹിന്ദുക്കൾക്ക് മതപാഠശാലകളില്ല, ഉള്ളത് കുറവാണ്. അതുകൊണ്ട് ഇത്തരം അവസരങ്ങൾ ഉപയോഗിച്ച് ഇതിൽ നിന്ന് കിട്ടുന്ന അറിവ് ശേഖരിച്ച് നിങ്ങൾ പ്രചരിപ്പിക്കണം. ഇപ്പൊ 3 സന്ധ്യയിൽ ഏതൊക്കെയാണ്? പ്രാതഃസന്ധ്യ, മാധ്യാഹ്നിക സന്ധ്യ, സായം സന്ധ്യ. മാധ്യാഹ്നിക സന്ധ്യ എന്താണ്? അപ്പോ ഉച്ചയാണ്, ഉച്ച സമയമാണ്. സൂര്യൻ മധ്യാഹ്ന മാർത്താണ്ഡമായി നിൽക്കുമ്പോൾ അവിടെ ഒരു സന്ധിയുണ്ട്, ഒരു ജംഗ്ഷൻ വരുന്നുണ്ട്. അപ്പോഴും ഗായത്രി ഉപാസിക്കണം. സന്ധ്യാകാലം, സായം സന്ധ്യാകാലം പകൽ ഒടുങ്ങാൻ പോവാണ്, രാവ് തുടങ്ങാൻ പോവാണ്. രണ്ടും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ട്വിലൈറ്റ് എന്ന് പറയുന്ന, ഡസ്ക് എന്ന് പറയുന്ന സമയം, ഡസ്ക് ഇംഗ്ലീഷ് പറയും. ആ ട്വിലൈറ്റിന് നമ്മൾ എന്ത് ചെയ്യണം? We must worship Mother Gayatri at these times. അതിനാണ് ആ സമയം. ഇനി ഗായത്രി ഉപദേശം നേടാത്തവർ എന്ത് ചെയ്യും? ചോദ്യം. അതിലേക്ക് ഞാൻ ഇതിന് അടുത്ത പക്ഷത്ത് പറയാം. ഗായത്രി വേദമാതാവാണെന്ന് പറഞ്ഞു. 4 പാദങ്ങളുള്ളവളാണ്. 7 ലോകങ്ങളെ സ്തുതിച്ച ശേഷം തുടങ്ങിയിട്ട് സത്യലോകം വരെയുള്ള 7 ലോകങ്ങളെ സ്തുതിച്ച ശേഷം ഈ 7 ലോകങ്ങളുടെയും നാഥനായിരിക്കുന്ന സവിതാവിനെ സ്തുതിക്കുകയാണ്. തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. 7 ലോകങ്ങൾക്കും അംശുമാനായിരിക്കുന്ന, കിരണങ്ങൾ പായിച്ച് വെളിച്ചമേകുന്നവനായിരിക്കുന്ന സൂര്യൻ എന്നതാണ് സങ്കല്പം. അതൊരിക്കലും ഈ ഭൗതിക സൂര്യനാവാൻ വഴിയില്ല.
അതുകൊണ്ടാണ് തത് സവിതുർ വരേണ്യൻ. ആ സവിത ഏതാണ്? ഞങ്ങളുടെ ബുദ്ധിയെ ദ്യോതിപ്പിക്കട്ടെ, ഉണർത്തട്ടെ, പ്രചോദിപ്പിക്കട്ടെ എന്ന് പറയാം. അങ്ങനെ ബുദ്ധിമാന്മാരുടെ, കീർത്തിമാന്മാരുടെ, ബലവാന്മാരുടെ മതമാണ് ഹിന്ദുമതം. ഹിന്ദുമതത്തിൽ നിന്നൊരുത്തൻ മതപരിവർത്തനം ചെയ്തു പോയാൽ ഒരാൾ കുറഞ്ഞു എന്ന് മാത്രമല്ല, ഒരു ശത്രു കൂടെ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞത് വിവേകാനന്ദ സ്വാമികളാണ്. ഒരാൾ മതം മാറിപ്പോയാൽ ഒരു അംഗബലം കുറഞ്ഞു എന്നല്ല അർത്ഥം, മറിച്ച് ശത്രുവിന്റെ എണ്ണം ഒന്ന് കൂടി എന്നാണ്. നമുക്ക് മുമ്പിൽ തെളിവായിട്ട് കിടക്കുന്നുണ്ട്. ഹോമിയോ കോളേജിൽ എൻട്രൻസ് ഒക്കെ എഴുതി ഹോമിയോ ഡോക്ടർ ആവാൻ വേണ്ടി കഷ്ടപ്പെട്ട് വെറുക്കി വെച്ച കാശ് കൊണ്ട് അച്ഛൻ പഠിപ്പിച്ച കുട്ടി ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുമ്പോൾ ഹിന്ദുവിന്റെ പ്രത്യേക ആചരണങ്ങളൊന്നും അച്ഛൻ പഠിപ്പിച്ചിട്ടില്ല കുട്ടിയെ. കുട്ടി ഹോസ്റ്റലിൽ കാണുന്നത് കൂടെയുള്ള ക്രിസ്ത്യാനി കൊന്തയിൽ മന്ത്രം ചൊല്ലുന്നു, അവന്റെ ജപം ജപിക്കുന്നു, മുസ്ലിം നിസ്കാരം ചെയ്യുന്നു, ഹിന്ദു ഫോണിൽ കളിക്കുന്നു, വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ കളിക്കും. കാലങ്ങൾ അങ്ങനെ കടന്നു പോകുമ്പോ വീട്ടിൽ വരുന്ന മകൾ അച്ഛനോടും അമ്മയോടും ചോദിക്കുകയാണ്, അമ്മേ ഈ വൈക്കത്തപ്പനൊക്കെ വല്ല ശക്തിയും ഉണ്ടോ? ചോദ്യമാണ്. ഈ വൈക്കത്തപ്പനൊക്കെ വല്ല ശക്തിയും ഉണ്ടോ? ഈ വൈക്കത്തപ്പൻ നമുക്ക് എന്ത് തന്നു? അത് വെറും കല്ലല്ലേ, കല്ലെങ്ങനെ ദൈവമാകും? നോക്കണേ, ഈ അടുത്ത കാലത്ത് മതം മാറിപ്പോയി, ഹിന്ദുധർമ്മത്തിനെ കാർക്കിച്ചു തുപ്പിക്കൊണ്ട് മതം മാറിപ്പോയ ഒരു കുട്ടിയുടെ വാക്കുകളാണ്. നമുക്ക് പത്രത്തിലൊക്കെ വായിച്ചിരിക്കും. വൈക്കത്തപ്പൻ എന്തു തന്നു എന്ന് പെറ്റമ്മയോട് ചോദിക്കുകയാണ്. ആ ചോദ്യം വരുന്നത് നാം നമ്മുടെ ധർമ്മം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാത്തത് കൊണ്ട് മാത്രം വരുന്ന ചോദ്യമാണ്. ഇതിനെന്താണ് പോംവഴി? എന്തുകൊണ്ടായിരിക്കാം യോഗ കേന്ദ്രങ്ങളെ എതിർക്കാതെ, വേദാന്ത ആശ്രമങ്ങളെ എതിർക്കാതെ, വേദപഠന ആശ്രമങ്ങളെ എതിർക്കാതെ കേവലം കല്ലു മാത്രം ഇരിക്കുന്ന, അവരുടെ ഭാഷയിൽ കേവലം കല്ലു മാത്രം ഇരിക്കുന്ന അയ്യപ്പ സ്വാമിയെ കളിയാക്കുന്നതും എതിർക്കുന്നതും എന്തിനായിരിക്കാം? അപ്പോൾ ഉത്തരം കിട്ടി. നമ്മുടെ സംസ്കാരത്തിന്റെ നട്ടൽ എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളാണ്. നമ്മുടെ ശത്രുക്കൾ എന്ന് പറയപ്പെടുന്നവർ ആദ്യം ആക്രമിച്ചിട്ടുള്ളതും ക്ഷേത്രങ്ങളെയാണ്, ആശ്രമങ്ങളെ അല്ല. അതിന് കാരണം ക്ഷേത്ര സംസ്കാരം പ്രബലമായാൽ അതിന് ചുറ്റുപാടുമുള്ള ഹിന്ദുക്കളിൽ ഐശ്വര്യം, ധനം, കീർത്തി, ആരോഗ്യം, സംഘടനാ ബോധം എന്നിവ താനേ ഉണ്ടാവുന്നു. വേദാന്തം പഠിക്കുന്നവർ അതും വായിച്ചിട്ട് എങ്ങോട്ടോ നോക്കി ശരീരം സത്യമല്ലെന്ന് പറഞ്ഞ് നടക്കുന്ന കാലത്ത് ഇവർക്ക് ഭീഷണിയില്ല. സംഘടിത മതങ്ങൾക്ക് ഭീഷണി ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഒരേ ഒരു ലക്ഷ്യം, ശബരിമാമല എന്ന പാട്ട് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഒരേ ലക്ഷ്യത്തോടെ, ഒരേ കറുപ്പ് വസ്ത്രമണിഞ്ഞ്, മുദ്രയണിഞ്ഞ്, ശരണം വിളിയോടെ ജാതി ചിന്തകൾ മാറ്റിവെച്ച് ഒരുമിച്ചൊരു മനസ്സായി ഒരു ആചരണം ചെയ്യുന്നു ശബരിമലയിൽ. അത് ശത്രുക്കൾക്ക് എന്തെന്നില്ലാത്ത ഉദ്വേഗവും ഭയവും ഉണ്ടാക്കുന്നു. ഒരുമിച്ച് 100 പേർ വേദം ചൊല്ലിയെന്നുള്ളതുകൊണ്ട് അവർക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. അവർക്ക് നഷ്ടം എവിടെയാണ്? ഒരുമിച്ചൊരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഹിന്ദുക്കൾ ഒരുമിച്ച് നീങ്ങുന്നത് ഹിന്ദുക്കളിൽ ജാതി ചിന്തയെ മറക്കാനും മതപരിവർത്തനത്തെ കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട് ഒരുപാട്. ആന്ധ്ര, കർണാടകം, തമിഴ്നാട്, കേരളം ഈ 4 സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക് വൃശ്ചിക മാസം വന്നടഞ്ഞാൽ താനേ തന്നെ മാലയണിഞ്ഞ് അയ്യപ്പ സ്വാമിയെ കാണാൻ വരാനുള്ള ഒരു തോന്നൽ ഉണ്ടാവുന്നു. നമുക്കറിയാം, ക്രിസ്തീയ സഭ പ്രതിവർഷം ആയിരക്കണക്കിന് കോടി രൂപയാണ് അവരുടെ മതം പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം ചെലവഴിക്കുന്നു. വീട് വീടാന്തരം കയറിയിറങ്ങി ലഘുലേഖകളും സൗജന്യ ബൈബിളും ഒക്കെ കൊടുത്തും പണം കൊടുത്തും കോടിക്കണക്കിനാണ് ചെലവഴിക്കുന്നത്. എന്നിട്ടും ഹിന്ദുക്കളിൽ വേണ്ടത്ര മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ കാരണം നമ്മുടെ ക്ഷേത്രങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ
നാം കാത്തു രക്ഷിക്കേണ്ടത് ക്ഷേത്രങ്ങളെയാണ്. മറന്നുപോയതേ, കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു രക്ഷിക്കേണ്ടത് ക്ഷേത്രങ്ങളെയാണ്. ഇന്നിപ്പോ ശബരിമലയുടെ വിഷയം വന്നു. ഇതിനോടനുബന്ധിച്ച് അഗസ്ത്യാർ കൂടത്തിൽ ഗോത്രവർഗക്കാർ പണ്ട് മുതലേ അഗസ്ത്യമുനിയെ പൂജിച്ചു വരുന്ന ആ മലയിൽ പെട്ടെന്ന് കുരിശു പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഹിന്ദു സമൂഹത്തെ ഒരിക്കലും സമാധാനമായി കിടത്തി ഉറക്കില്ല. ഓരോ വർഷവും ഓരോ പ്രശ്നം എന്ന നിലയ്ക്ക് നമുക്ക് നേരെ പ്രശ്നങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഒരേ ഒരു വഴി എന്താണ്? ഐകമത്യം. എന്താണ് ഐകമത്യം എന്ന് വെച്ചാൽ? യൂണിറ്റി, ഒരുമിക്കുക, സംഘടിക്കുക. അവിടെ രാഷ്ട്രീയം പറയേണ്ട, അഥവാ ഏതെങ്കിലും രാഷ്ട്രീയക്കാർ ഹിന്ദുക്കൾക്ക് വേണ്ടി സംഘടിക്കാൻ ആഹ്വാനം ചെയ്താൽ അവരെ തള്ളേണ്ട കാര്യമില്ല. കാരണം ആരെങ്കിലും പറയണം, ആരെങ്കിലും മുന്നിൽ നിൽക്കണം. അതാണ് കാര്യം. അതുകൊണ്ട് നമ്മൾ ഇനി അയ്യപ്പസ്വാമിയുടെ കൃപ കൊണ്ട്, അനുഗ്രഹം കൊണ്ട് ഇനി നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചു. ശരിയല്ലേ? ഇതുവരെ നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചിരുന്നില്ല. ഇനി നമ്മൾ പഠിക്കണം. ത്രിസന്ധ്യകളിലുള്ള സന്ധ്യോപാസനമാണ് ഹിന്ദുക്കൾക്ക് പരമപ്രധാനം. 3 സന്ധ്യകളിലും ഗായത്രി മാതാവിനെ ഉപാസിക്കുക. ഇനി ഗായത്രി മാതാവിനെ ഉപാസിക്കാനുള്ള പരമ്പരാഗത ദീക്ഷ ഇല്ലേ? എന്തു ചെയ്യും? ചതുർവേദങ്ങൾ ഏതൊക്കെയാണ്? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അഥർവണവേദം എന്ന് പറയും. ഈ 4 വേദങ്ങളും ഈശ്വരന്റെ വിശ്വാസമാണെന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത്. നിർത്തി മെല്ലെ പറയൂ, ശ്രദ്ധിച്ച് കേട്ട് പഠിക്കാനാണ്. ചതുർവേദങ്ങൾ എങ്ങനെയുണ്ടായി? ആരെങ്കിലും ഇത് എഴുതിയതാണോ? ക്രിസ്തു മതത്തിൽ യേശു ക്രിസ്തുവിന്റെ വാക്കുകളെ അപ്പോസ്തലന്മാർ എഴുതിയെടുത്തുവെന്നും ക്രിസ്തുവിന്റെ മരണശേഷം 250 വർഷം കഴിഞ്ഞ് സെന്റ് പോൾ എന്നൊരാള് അത് അവിടുന്ന് എടുത്തുകൊണ്ട് വന്ന് ക്രോഡീകരിച്ചു എന്നും ഒക്കെയാണ് പറയപ്പെടുന്നത്. അങ്ങനെ ആരെങ്കിലും ഏതോ കാലഘട്ടത്തിൽ എഴുതി വെച്ച് പിന്നീട് മറ്റാരോ കണ്ടെത്തിയതാണോ വേദങ്ങൾ? അല്ല. പിന്നെ എന്താണ് വേദം? എല്ലാ ജീവനും ഈശ്വരൻ തന്നെ എന്നതാണ് നമ്മുടെ ശാസ്ത്രം. എസെൻഷ്യലി, നോട്ട് ഫിസിക്കലി. എസെൻഷ്യലി നമ്മളെല്ലാം ആരാണ്? ബ്രഹ്മം തന്നെ. ശങ്കരാചാര്യ സ്വാമികൾ, നമ്മുടെ ജഗദ്ഗുരു, പറഞ്ഞു, ഈ വേദാന്ത ശാസ്ത്രത്തിനും വേദത്തിനും കോടി ഗ്രന്ഥങ്ങളിലും എന്തുണ്ടോ അതിനെ പറയാൻ എനിക്ക് 1/2 ശ്ലോകം മതി എന്നാ പറഞ്ഞത്. എത്ര വേണം? 1/2 ശ്ലോകം. കോടി ഗ്രന്ഥങ്ങളിൽ എന്തറിവുണ്ടോ ആ അറിവിനെ പറയാൻ എനിക്ക് 1/2 ശ്ലോകം മതി എന്നാ പറഞ്ഞത്. 1/2. എന്താണ് 1/2 ശ്ലോകം? ശ്ലോകാർദ്ധേന പ്രവക്ഷ്യാമി. 1/2 ശ്ലോകം കൊണ്ട് ഞാൻ പറയാം. എന്ത്? യദുക്തം എന്ന് പറയപ്പെട്ടിരിക്കുന്നുവോ ഗ്രന്ഥകോട്ടിഭിഹി, കോടി ഗ്രന്ഥങ്ങൾ എന്തു പറയപ്പെട്ടിരിക്കുന്നു എന്ന് 1/2 ശ്ലോകം കൊണ്ട് ഞാൻ പറയാം. ശ്ലോകാർദ്ധേന പ്രവക്ഷ്യാമി യദുക്തം ഗ്രന്ഥകോട്ടിഭിഹി. എന്താണ്? ബ്രഹ്മ സത്യം ജഗന്മിഥ്യ. സത്യം എന്നത് ബ്രഹ്മം തന്നെ. ജഗത്ത് എന്നത് ബ്രഹ്മത്തിലുണ്ടായ തോന്നൽ മാത്രം. തോന്നൽ മാത്രം പറഞ്ഞാൽ പോരാ, മാറി മറിയുന്നതും അർത്ഥമുണ്ട്. മാറ്റം വരുന്നതെല്ലാം മിഥ്യയാണ്. ഉദാഹരണത്തിന്, ഒരു കുഞ്ഞ് ഗർഭത്തിൽ കരുപിടിക്കപ്പെടുന്നു. ഗർഭസ്ഥ ശിശു വളരുന്നു. വളർന്ന ശിശുവെ പ്രസവിപ്പിക്കപ്പെടുന്നു. പ്രസവിച്ച ശിശു അവിടുന്ന് വളരുന്നു, പിന്നെ തളരുന്നു, മരിക്കുന്നു. അല്ലെ? അപ്പോ വൃദ്ധിക്ഷയങ്ങളുണ്ട്. ജഗത്തിൽ കാണപ്പെടുന്ന എല്ലാറ്റിനും ഉണ്ടായി മറയുന്ന അവസ്ഥയുണ്ട്. അല്ലെ? അതുകൊണ്ടാണ് പൂന്താനം രസകരമായിട്ട് മലയാളത്തിൽ എഴുതിയത്. ജ്ഞാനപ്പാനയിൽ ഇന്നലെ കണ്ട ആളെ ഇന്ന് കാണുന്നില്ലാതെ എഴുതിയത്. മലയാളത്തിലെ വേദാന്ത ശാസ്ത്രമാണ് ഹരിനാമ കീർത്തനവും പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയും. വേദാന്ത ശാസ്ത്രത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് അതിനെ വളരെ ലളിതമായ മലയാളത്തിൽ പറഞ്ഞു ഈ 2 പേർ, എഴുത്തച്ഛനും പൂന്താനം. ഇങ്ങനെ ഉണ്ടായി വളർന്നു ക്ഷയിച്ചു മരിക്കൽ എന്നുള്ളത് എല്ലാ വസ്തുക്കൾക്കും എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. ഇങ്ങനെ ഉണ്ടായി മറയുന്നതിനെ മിഥ്യ എന്നേ വിളിക്കാൻ പറ്റും. അതിന് സ്ഥിരതയില്ല. ഉണ്ടോ? 1000 വയസ്സുള്ള ആരെങ്കിലും നിങ്ങളുടെ പഞ്ചായത്തിലുണ്ടോ? 1000 വയസ്സുള്ള ഒരാൾ, ഒരു ഗോപാലൻ നായരോ ഉണ്ടോ? ഇല്ല. എന്താ കാരണം? മരണം എന്നത് എല്ലാറ്റിനും ഉണ്ട്.
ഉണ്ടായി മറയുന്നതെല്ലാം മിഥ്യയാണ്. അതുകൊണ്ട് ജഗത്ത് എന്താണ്? മിഥ്യയാണ്. ഉണ്ടാവുന്നു, മറയുന്നു. അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാവുന്നു, മറയുന്നു. ഇതിനെപ്പറ്റി ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നുണ്ട്, ഉന്മേഷ നിമിഷോത്പന്ന വിപന്ന ഭുവനാവല്യൈ നമഃ. ദേവിയുടെ കണ്ണു തുറക്കുമ്പോൾ അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാകുന്നു. ആ തൃക്കണ്ണുകൾ അടയ്ക്കുമ്പോൾ അമ്മയിലേക്ക് ലയിക്കുന്നു. ഉന്മേഷം കണ്ണു തുറക്കൽ, നിമേഷം അടയ്ക്കൽ. ഉന്മേഷ നിമേഷോത്പന്ന വിപന്ന ഭുവനാവലിഹി. അങ്ങനെ ജഗത്തിനെ സൃഷ്ടിച്ച് മറയ്ക്കുന്നവളാണ് അവൾ. അപ്പൊ ജഗത്ത് സൃഷ്ടിക്കൽ, മറയ്ക്കൽ എന്നത്, പരിപാലനം, മറയ്ക്കൽ എന്നത് ദേവിയെ സംബന്ധിച്ച് ലീലയാകുന്നു. It is just a play for her, but a play for her. It's a fun for her to create, to preserve and to destroy the entire universe multitudes of times. അനേക ജഗത്തുകളെ ഉണ്ടാക്കി പരിപാലിച്ചു മറയ്ക്കുക എന്നത് ഈശ്വരന്റെ ലീലയാകുന്നു. So this world is a playground of the divine. ഈശ്വരന്റെ കളിസ്ഥലം മാത്രം എന്നൊരു പക്ഷം. ഉണ്ടായി മറയുന്ന എല്ലാത്തിനും സത്യം എന്ന പേര് വിളിക്കാൻ സാധിക്കില്ല. സത്യം എന്താണ്? മൂന്നു കാലത്തിലും അബാധിതമായി നിൽക്കുന്ന, തൃക്കാലങ്ങളിലും മാറ്റമില്ലാതെ നിൽക്കുന്നതിനാണ് സത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് വേദം പഠിക്കാൻ പോകുന്ന ബ്രഹ്മചാരിയായ കുഞ്ഞിനോട് ഗുരു പറഞ്ഞു കൊടുക്കുന്നു, സത്യം വദ. മൂന്ന് കാലത്തിലും അബാധിതമായ ഈശ്വരനെ കുറിച്ച്, ബ്രഹ്മത്തെ കുറിച്ച് നീ പറയൂ. ധർമ്മം ചര, ധർമ്മത്തിന്റെ പാതയിൽ ചരിക്കും. എന്താണ് സത്യവും ധർമ്മവും? ഹിന്ദുവിന്റെ പരമ പ്രമാണങ്ങളാണ് സത്യവും ധർമ്മവും. സത്യം ഈശ്വരനാകുന്നു. God is truth. Truth is God. അതുകൊണ്ടാണ് സത്യമേവ ജയതേ എന്ന് പറഞ്ഞത്. അനൃതം ജയിക്കില്ല. സത്യം, ഋതം എന്നീ രണ്ട് വാക്കുകളും വേദത്തിലുണ്ട്. സത്യം എന്ന് പറഞ്ഞാൽ അബാധിതമായ, മൂന്ന് കാലങ്ങളിലും മാറ്റമില്ലാത്ത പരമസത്യം, ഈശ്വരൻ, പരമാത്മാവ് അർത്ഥം. അത് വാക്കുകൊണ്ട് പറയാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് സെൻ ഗുരുവായിട്ടുള്ള, താവോ ഗുരുവായിട്ടുള്ള ലാവോത്സോ പറഞ്ഞത്, പറഞ്ഞാലുടൻ കള്ളമായി പോകുന്ന വാക്ക് സത്യം. When you try to verbalize something, it becomes a lie. അത് സത്യമാണ്. വാക്കുകൊണ്ട് പറഞ്ഞാൽ അശുദ്ധമായി. രാമകൃഷ്ണ പരമഹംസ ദേവനോട് ചോദിച്ചു, എന്താണ് ബ്രഹ്മം? അദ്ദേഹം പറഞ്ഞു, മനുഷ്യർ എച്ചിലാക്കാത്ത വാക്കാണ് ബ്രഹ്മം. എന്താ മനുഷ്യർ എച്ചിലാക്കാന്ന് പറഞ്ഞാൽ? മനുഷ്യന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എച്ചിലാവാത്ത ഒന്നേ ഉള്ളത് എന്താണ്? ബ്രഹ്മം. ശരി, സത്യം എന്നത് ഇതാണ്, ബ്രഹ്മസത്യം. ഋതം എന്നൊരു വാക്കുണ്ട്. ഋതം എന്ന് പറഞ്ഞാൽ വ്യാവഹാരികമായി നാം പാലിക്കേണ്ടുന്ന മൂല്യമാണ്. സ്വർണത്തിന് ഇന്നത്തെ വില പവന് 20,000 രൂപയാണെങ്കിൽ നാളെയും അത് ഞാൻ പറഞ്ഞാൽ അത് കള്ളമായി. മാറ്റമുണ്ടല്ലേ? ഇന്നലത്തെ വില ഇന്ന് പറഞ്ഞാൽ, ഇന്നത്തെ വില നാളെ പറഞ്ഞാൽ ഒരു പക്ഷെ അത് കള്ളമായി തീർന്നേക്കാം അല്ലെ? സ്വർണത്തിന്റെ വില മാറിക്കൊടുക്കും, സബ്ജക്ട് ടു ചേഞ്ച്. അപ്പോൾ മാറ്റമുള്ള ഈ ലോകത്ത് നാം അനുഷ്ഠിക്കേണ്ടത് ഋതമാണ്. സമയം എത്രയായി ചോദിച്ചാൽ ഇന്നലത്തെ നേരം എന്ന് പറയുന്നത് ഗണന്മാരെ കണ്ടിട്ടില്ലേ? സമയം എത്ര? ഇന്നലത്തെ നേരം. അത് കള്ളമാണ്, അനൃതമാണ്. അനൃതം ജയിക്കില്ല. സത്യത്തിൽ നമ്മൾ കോടതിയൊക്കെ ബോധിപ്പിക്കുന്നത് സത്യമല്ല, ഋതമാണ്. എന്താണോ എന്റെ ബോധ്യത്തിൽ ശരിയായിരിക്കുന്നത്, ഈ നിമിഷം ഏറ്റവും അധർമ്മത്തെ ചെറുക്കുന്നത്, അത് ഋതമാണ്. അതുകൊണ്ടാണ് സത്യമേവ ജയതേ നാ അനൃതം എന്ന് പറഞ്ഞത്. അനൃതം എന്നത് ഋതത്തിന്റെ വിപരീതമാണ്. സത്യത്തിന് വിപരീതമില്ല. അസത്യം എന്ന് പറയാമെന്നേ ഉള്ളൂ, സത്യത്തിന് വിപരീതമില്ല. ഋതത്തിനാണ് വിപരീതം, അനൃതമുള്ളത്. നിങ്ങൾ ഈ ലോകത്ത് തൽക്കാലം ഭരണത്തിൽ കടിച്ചു തൂങ്ങാൻ വേണ്ടി ശ്രീലങ്കൻ യുവതി അയ്യപ്പനെ കണ്ടു എന്ന് അനൃതം പറഞ്ഞാൽ അത് നിങ്ങളുടെ അഭിമാനത്തെ, നിങ്ങളുടെ കുലത്തെ എല്ലാം തുറന്നു കാട്ടുന്നതാണ്. അനൃതം പറയരുത്. വിശേഷിച്ച് ആര് പറയരുത്? രാജാവ് പറയരുത്. രാജാവ് എന്ന് പറഞ്ഞാൽ ആരാണോ ഭരിക്കുന്നത് അവർ ഋതംഭര എന്ന തത്വത്തെ ഉൾക്കൊള്ളണം. സത്യം നിറഞ്ഞവരായിരിക്കണം അവർ. ആ താൽക്കാലിക ലക്ഷ്യത്തിന് വേണ്ടി കള്ളം പടച്ചു പറയരുത്. അങ്ങനെ പറയുന്നവൻ രോഗിയായി തീരും, ആ രാജ്യം നശിക്കും.
പഴയ സമ്പ്രദായമാണ്. അതുകൊണ്ട് എന്തെങ്കിലും താൽക്കാലിക ലാഭത്തിന് വേണ്ടി അനൃതം പറഞ്ഞാൽ സത്യമുണ്ടല്ലോ, പരമാത്മാവ് നമ്മൾ അയ്യപ്പസ്വാമി എന്ന് വിളിക്കുന്ന, നമ്മൾ കടുത്തുരുത്തിയിലെ ഭഗവാൻ എന്ന് വിളിക്കുന്ന, നമ്മൾ വൈക്കത്തപ്പൻ എന്ന് വിളിക്കുന്ന, നമ്മൾ ഗുരുവായൂരപ്പൻ എന്ന് വിളിക്കുന്ന, നമ്മൾ ഏറ്റുമാനൂരപ്പൻ എന്ന് വിളിക്കുന്ന, നമ്മൾ ഭഗവതി എന്ന് വിളിക്കുന്ന ആ സത്യം ഈ അനൃതം പറഞ്ഞവനെ തിരുത്തും. സംശയം. അതുകൊണ്ടാണ് സത്യമേവ ജയതേ, സത്യമേവ ജയതി, സത്യം മാത്രം ജയിക്കുന്നു. അനൃതം ഒരിക്കലും ജയിക്കില്ല. അനൃതത്തിന് ചിലപ്പോൾ താൽക്കാലിക ജയമുള്ളതായി നമുക്ക് തോന്നാം, പക്ഷെ അത് സമൂല നാശത്തിനുള്ള മുന്നോടിയാണ്. അതുകൊണ്ട് വേദം പറഞ്ഞ കാര്യങ്ങൾ, ഉപനിഷത്ത് പറഞ്ഞ കാര്യങ്ങൾ, ബ്രഹ്മസൂത്രം പറഞ്ഞ കാര്യങ്ങൾ, ആചാര്യ ഭഗവത്പാദർ ശങ്കരാചാര്യ സ്വാമികൾ അര ശ്ലോകം കൊണ്ട് പറഞ്ഞു. എന്താണ്? ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപര. അതാണ് ഏറ്റവും കാതലായ വശം. ബ്രഹ്മസത്യം എന്ന് പറഞ്ഞു. ബ്രഹ്മം സത്യം, മാറ്റമില്ലാത്തത്, അബാധിതം, ത്രികാലങ്ങളിൽ മാറ്റമില്ലാത്തത്. ജഗത്ത് മാറിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് അത് മിഥ്യയാണ്. ജീവൻ ബ്രഹ്മം തന്നെ. എസെൻഷ്യലി എവ്രി ജീവ ഈസ് ശിവ. സത്താപരമായി ചിന്തിച്ചാൽ എല്ലാ ജീവനും ശിവൻ തന്നെയാണ്. എന്ന് വെച്ചാൽ സത്യസ്വരൂപന്മാരാണ് നമ്മളെല്ലാം. അമൃതാനന്ദമയി ദേവി എവിടെ അനുഗ്രഹ പ്രഭാഷണം നടത്തിയാലും പറയും, പ്രേമസ്വരൂപികളും ആത്മസ്വരൂപികളുമായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. എത്ര അർത്ഥഗംഭീരമാണ് വാക്ക്. നമ്മളെല്ലാം സത്തയിൽ പ്രേമസ്വരൂപനായ ഭഗവാൻ തന്നെയാണ്. സത്താമാത്രമായ ആത്മസ്വരൂപികളാണ് നമ്മൾ. നമ്മുടെ സത്തയിലാണ്. എസെൻഷ്യലി വി ആർ ഓൾ ഗോഡ്സ് ഇൻ ദിസ് ഗൈസ്. സത്തയിൽ നമ്മളെല്ലാം ഈശ്വരൻ തന്നെയാണ്. സത്തയെ തിരിച്ചറിയപ്പെടുമ്പോൾ മാത്രമേ നമ്മൾ ആ ഭാവത്തിലേക്ക് ഉയരുന്നുള്ളൂ എന്ന് മാത്രം. അതുവരെ നമ്മൾ അനൃതം പറഞ്ഞുകൊണ്ട് താൽക്കാലിക ലാഭത്തിന് വേണ്ടി മായം കലർത്തിയ ശബ്ദങ്ങൾ ഇട്ടുകൊണ്ടും മായം കലർത്തിയ വാക്കുകൾ പറഞ്ഞുകൊണ്ടും അധികാരത്തിൽ കടിച്ചു തൂങ്ങിയിരിക്കുന്നവരാണ്. എന്നെങ്കിലും ഒരിക്കൽ ഭാഗ്യം ചെയ്തൊരു നിമിഷത്തിൽ ഒരു ഗുരു പ്രത്യക്ഷപ്പെടും. എന്നിട്ട് പറയും, കുഞ്ഞേ അരുത്, സത്യത്തിലേക്ക് മടങ്ങൂ. അങ്ങനെ അന്വേഷണം തുടങ്ങും. അന്വേഷണത്തിന്റെ ആദ്യ പടി ഞാൻ ഈ പറഞ്ഞല്ലോ, 3 കാലങ്ങളിൽ ഇഷ്ടമൂർത്തിയെ ഉപാസിക്കുക എന്നുള്ളതാണ്. ഗായത്രി മാതാവിൽ ദീക്ഷ നേടിയവർ ഗായത്രി ഉപാസിച്ചോളണം സന്ധ്യയിൽ. അല്ലാത്തവരോ ചതുർവേദങ്ങളും ഈശ്വരന്റെ നിശ്വാസമാണെന്ന് ഞാൻ പറഞ്ഞു. അതാരും എഴുതിയതല്ല, അവ അപൗരുഷേയമാണ്. Not written by an author, not penned down by a single or many people. It is the result of God's breath. ഭഗവാന്റെ എക്സലേഷൻ ആണ്, ഈശ്വരന്റെ നിശ്വാസത്തെയാണ് വേദം എന്ന് പറയുന്നത്. അരേ അസ്യ മഹാഭൂതസ്യ മഹതോ ഭൂതസ്യ നിശ്വസിതം യേന ഋഗ്വേദം യജുർവേദം സാമവേദോ അഥർവാംഗിരസം. കുഞ്ഞേ, അരേ, വേദം വിളിക്കുകയാണ്, കുഞ്ഞേ, ആ മഹാഭൂതത്തിന്റെ, നമ്മളെല്ലാം പഞ്ചഭൂത നിർമ്മിതന്മാരാണല്ലേ, ഈ പഞ്ചഭൂതങ്ങളെ ഉണ്ടാക്കിയ ഒരു ഭൂതമുണ്ടല്ലോ, അത് ഈശ്വരൻ. മഹാഭൂതമായിരിക്കുന്ന ഈശ്വരന്റെ നിശ്വാസമാണ് വേദങ്ങൾ. ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം. ഈ 4 വേദങ്ങളും ഏതെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും ഒരു ചരിത്രത്തിലെ കാലഘട്ടത്തിൽ എഴുതിയവയല്ല. റേഡിയോ സ്റ്റേഷനിലെ തരംഗങ്ങൾ പോലെ സ്വതവേ തന്നെ പ്രപഞ്ചത്തിലുള്ള അറിവുകളാണ്. ഈശ്വരൻ ഈ പ്രപഞ്ച സൃഷ്ടി നടത്തവേ തന്നെ ഈ അറിവുകൾ ഇവിടെ ഉണ്ട്. ആരൊരുവനാണോ തന്റെ ഉള്ളിലേക്ക് ഏകാഗ്രമായി പോയിക്കൊണ്ട് ആ ശബ്ദം കേൾക്കുന്നത്, അവൻ ഋഷിയായി ഭവിക്കുന്നു. അല്ലാതെ കുടുംബത്തിൽ ഏറ്റവും വികാരമുള്ളവനെ പിടിച്ച് വികാരി അച്ഛനാക്കുന്ന പരിപാടിയല്ല സന്യാസിയാവുക എന്ന് പറഞ്ഞ. മനസ്സിലായില്ലേ? കുടുംബത്തിൽ ഏറ്റവും വികാരമുള്ളവനായിരിക്കും, അവനെ പള്ളിക്ക് കൊടുത്തു. അവനെ പള്ളിക്ക് കൊടുത്തപ്പോൾ അവൻ നാട്ടിലേക്ക് 4-5 കുട്ടികളെ കൊടുത്തു. ഇങ്ങനെ ആഭാസകരമായ ഒരു സന്യാസമല്ല നമ്മുടേത്. ഒരുവൻ സ്വയം ലൗകിക ബന്ധം വലിച്ചെറിഞ്ഞ് സത്യത്തിന്റെ പാതയിൽ നടക്കുകയാണ് സന്യാസി. യോ വേദാദോ സ്വരപ്രോക്തോ വേദാന്തേ ച പ്രതിഷ്ഠിതഃ
ആ മഹേശ്വരനെ തേടിക്കൊണ്ടുള്ള യാത്രയാണ് സന്യാസം. അവസാനം അവൻ മനസ്സിലാക്കുന്നു, ഞാൻ തേടിപ്പോയ മഹേശ്വരനും എന്നിലെ ഉണ്മയും സത്തയിൽ ഒന്നു തന്നെ. അതാണ് ശബരിമലയിലേക്ക് കഷ്ടപ്പെട്ട് മാലയൊക്കെ ഇട്ട് ദൂരം വഴി സഞ്ചരിച്ച് ചിലപ്പോൾ നടന്നു വരുന്ന, കർണാടകത്തിൽ നമ്മൾ നടന്നു വരുന്നവരുണ്ട്, അറിയോ? നടന്നു വന്ന് കഠിനമായ കണ്ടകാലീർണമായ പാതയിലൂടെ നടന്നു ചെന്ന് സ്വാമിയെ കണ്ട് നിർവൃതി അടയുമ്പോൾ അവിടെ ഒരു വാക്യം എഴുതി വെച്ചിരിക്കുകയാണ്. എന്താണ്? തത്വമസി വാക്യം. നീ തേടി വന്ന സത്ത പൊരുൾ നീ തന്നെയാകുന്നു. സനാതന ധർമ്മത്തിന്റെ മനോഹരമായ ഒരു റെപ്രസെന്റേഷൻ ആണ് ശബരിമലയിലെ വ്രതത്തിലുള്ളത്. ശബരിമല മാത്രമല്ല, എല്ലാ വ്രതങ്ങളിലും അത് തന്നെയാണ് സാരം. അപ്പൊ അങ്ങനെ സ്വയം എന്താണ് തന്റെ ഉണ്മ എന്ന് അന്വേഷിച്ചു പോകുന്നവൻ ഏകാഗ്രതമമായ അവസ്ഥയിൽ തന്റെ ഉള്ളിൽ സ്വതവേ തന്നെ നേടുന്ന അറിവിനെയാണ് വേദം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഏകം സത്, സത്യം ഒന്നു മാത്രം. വിപ്രാ ബഹുധാ വദന്തി. അറിഞ്ഞവർ, സത്തയെ അറിഞ്ഞവർ പലതരത്തിൽ പറയുന്നു. അമൃതാനന്ദമയി ദേവി മലയാള ഭാഷയിൽ പറയുന്നു, ഭഗവാൻ രമണ മഹർഷി തമിഴിൽ പറഞ്ഞു, രാമകൃഷ്ണ പരമഹംസർ ബംഗാളിയിൽ പറഞ്ഞു, വിവേകാനന്ദ സ്വാമികൾ ഇംഗ്ലീഷിൽ പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? മുംബൈയിലെ പ്രസിദ്ധനായ നിസർഗദത്ത മഹാരാജ് ഹിന്ദിയിൽ പറഞ്ഞു, അക്കൽക്കോട്ട് മഹാരാജ് മറാഠിയിൽ പറഞ്ഞു, സമർത്ഥ രാംദാസ് ഗുരുജി ശിവജിയുടെ ഗുരു സമർത്ഥ രാംദാസ് മറാഠിയിൽ പറഞ്ഞു, സന്ത് ജ്ഞാനേശ്വരൻ മറാഠിയിൽ പറഞ്ഞു, ശ്രീ നാരായണ ഗുരുദേവൻ മലയാളത്തിലും സംസ്കൃതത്തിലും പറഞ്ഞു, തമിഴിലും പറഞ്ഞു, ചട്ടമ്പി സ്വാമികൾ തമിഴിലും മലയാളത്തിലും സംസ്കൃതത്തിലും പറഞ്ഞു. പലവരും ഉണ്ടോ? ചട്ടമ്പി സ്വാമികളെ പറ്റി കേട്ടിട്ടുണ്ടോ? നമുക്ക് പറ്റിയ പ്രശ്നങ്ങൾ ഇതാണ്. നമ്മുടെ ഇടയിൽ വസിച്ച ഈ മഹാപുരുഷന്മാരെ പഠിക്കാതെ പോയത് വലിയ അപചയമായി പോയി. ശ്രീചക്ര രചനയെ പറ്റി ആദ്യമായി മലയാളികൾക്ക് കൃത്യമായ ദിശാബോധം കൊടുത്ത മഹാപുരുഷനാണ് ചട്ടമ്പി സ്വാമികൾ. ശ്രീചക്ര പൂജ എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിച്ച, മലയാളികളെ പഠിപ്പിച്ച മഹാനാണ് ചട്ടമ്പി സ്വാമികൾ. അത് മാത്രമോ, തമിഴിലെ ഒഴിവിലൊടുക്കം പോലെയുള്ള മഹാ വേദാന്ത കൃതികളെ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തു. നിജാനന്ദ വിലാസം ചട്ടമ്പി സ്വാമികളുടേതാണ്. അദ്വൈത അനുഭൂതി, അദ്വൈത ദീപിക തുടങ്ങിയ ഗ്രന്ഥങ്ങൾ. അതുപോലെ തന്നെ നാരായണ ഗുരുദേവൻ, ശ്രീനാരായണ ഗുരുദേവൻ തന്ത്രശാസ്ത്രത്തിൽ ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യനാണ്. കല്ലറിയില്ലേ? സത്യം പറഞ്ഞ കല്ലറിയിൽ ചട്ടമ്പി സ്വാമികളിൽ നിന്നാണ് അദ്ദേഹത്തിന് തന്ത്രശാസ്ത്രത്തിൽ ദീക്ഷയുള്ളത്. അതെന്തിനാ പറയാൻ പഠിക്കുന്നത്? ജാതി സംഘടനകളെ എന്റെ കണ്ണിൽ ഞാൻ കാണുന്നില്ല, ഞാൻ മനുഷ്യരെ കാണുന്നുള്ളൂ, വിശേഷിച്ച് ഹിന്ദുക്കളെ. എന്താ ഹിന്ദുക്കളെ മാത്രം കാണുന്നത്? മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പള്ളിയും പട്ടക്കാരും സ്കൂളും അനേകമുണ്ട്, നമുക്കില്ല. അതുകൊണ്ടാ പറയുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ എഴുതി കാളി നടനവും കുണ്ടനീ പാട്ടും ചിറ്റട ചിന്തനവും പിണ്ടനന്ദിയും ജനനീ നവരത്ന മഞ്ജരി ബാഹുലയ അഷ്ടകവും ശിവശതകവും ദർശനമാലയും അദ്വൈതാനുഭൂതിയും എല്ലാം എഴുതി. പഠിക്കാൻ ആളുണ്ടോ? ഇല്ല. പഠിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഗുരുക്കന്മാരുമുണ്ട്, പുസ്തകങ്ങളുമുണ്ട്, അറിവുമുണ്ട്. നമ്മുടെ ഈ മടി മാറ്റണം, ഈ ആലസ്യം മാറ്റണം, അലംഭാവം മാറ്റണം, മതി എന്നുള്ള ഭാവം മാറ്റണം, പഠിക്കണം. ശരി, ഇതാണ് സത്യം. ഈ ചതുർവേദങ്ങളിൽ ഒരു പുസ്തകമായി ദർശിച്ചാൽ, എടുത്തു വെച്ചാൽ യജുർവേദം നടുവിൽ വരും. യജുർവേദത്തിന്റെ കാതലായിരിക്കുന്ന ശ്രീരുദ്രം, കൃഷ്ണ യജുർവേദം. കൃഷ്ണ യജുർവേദം എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണനെ പറ്റിയുള്ളതല്ല കേട്ടോ. കൃഷ്ണ യജുർവേദം, ശുക്ല യജുർവേദം എന്നത് വൈദിക കാലത്ത് എ ബി എന്നൊക്കെ കാറ്റഗറൈസ് ചെയ്ത്, അല്ലെങ്കിൽ 1, 2 എന്നൊക്കെ കാറ്റഗറൈസ് ചെയ്ത ഒരു കാറ്റഗറൈസേഷൻ ടെക്നിക്കാണ്. കൃഷ്ണ ഇസ് ബ്ലാക്ക്, ശുക്ല ഇസ് വൈറ്റ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, 2 ഭാഗങ്ങളെ 2 നിറത്തിന്റെ പേരിട്ടു എന്ന് മാത്രം. കൃഷ്ണ യജുർവേദത്തിന് ഒറ്റ നടുവിൽ വരുന്നു ശ്രീരുദ്ര മന്ത്രം. പരമേശ്വരനെ സ്തുതിക്കുന്ന ഏറ്റവും മികച്ച മന്ത്രം. നമ്മുടെ ശബരിമല അയ്യപ്പ സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് രുദ്രാഭിഷേകമാണ്. ശ്രീരുദ്രം ജപിച്ചുകൊണ്ട് അഭിഷേകം ചെയ്യുന്നതാണ് അയ്യപ്പ സ്വാമിക്ക് ഏറ്റവും വിശേഷപ്പെട്ടതും ഏറ്റവും പ്രിയപ്പെട്ടതുമായ ചടങ്ങ്, പൂജാവിധാനം. ആ ശ്രീരുദ്ര മന്ത്രത്തിന്റെ ഒത്ത നടുവിൽ
എന്ന് വെച്ചാൽ വേദത്തിന്റെ നടുവിൽ യജുർവേദം, അതിന്റെ നടുവിൽ കൃഷ്ണ യജുർവേദം, അതിന്റെ നടുവിൽ ശ്രീരുദ്രം, അതിന്റെ ഒത്ത നടുവിൽ ഓം നമഃ ശിവായ ശിവതരായ ച എന്ന മന്ത്രം വരും. നമ്മുടെ ജപിക്കുന്ന ഓം നമഃ ശിവായ മന്ത്രം എവിടെയുള്ളതാണ്? വേദത്തിലുള്ളതാണ്. വേദത്തിലുള്ള മന്ത്രമാണ്. അതുകൊണ്ട് ഗായത്രിയിൽ ദീക്ഷ കിട്ടിയില്ല എന്ന് കരുതി ജപിക്കാതിരിക്കരുത്. സന്ധ്യയ്ക്ക് അതോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള നമഃശിവായ മന്ത്രവും ജപിക്കണം. പരസ്പരം കണ്ടുമുട്ടുമ്പോ ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ് എന്ന് പറയാതെ ഓം നമഃശിവായ എന്നോ ഹരി ഓം എന്നോ പറഞ്ഞുകൊള്ളണം. ഇപ്പൊ മാറ്റം വരുത്താവുന്ന കാര്യമുള്ളൂ, ലജ്ജിക്കേണ്ട കാര്യമില്ല. പരസ്പരം കണ്ടുമുട്ടുമ്പോ നമസ്തേ എന്ന് പറയാം, നമസ്കാരം എന്ന് പറയാം. ഒരിക്കലും വാഗ്ഭടാനന്ദ ഗുരുദേവൻ എന്നൊരു വേദാന്തി ഉണ്ട് വടക്ക് ഭാഗത്ത്, കോഴിക്കോട്. അദ്ദേഹം വലിയ വേദാന്താചാര്യനായിരുന്നു. അദ്ദേഹം ഒരിക്കല് ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് തൊട്ട് മുമ്പിലെ സീറ്റിൽ ഒരാളിരിക്കുന്നു. ബസ് എവിടെയോ നിർത്തിയപ്പോ മുമ്പിലിരിക്കുന്ന ആളുടെ ഒരു സുഹൃത്ത് ബസ്സിൽ കയറിയ സമയത്ത് ബസ്സിലേക്ക് കയറി വരുന്ന ആള് ഇരിക്കുന്ന ആളെ നോക്കി നമസ്കാരം എന്ന് പറഞ്ഞു. ഇരിക്കുന്ന ആളെ അപ്പോൾ കളിയാക്കിക്കൊണ്ട് ചോദിക്കണം, അതെന്ത് കാരമാണ്? നമസ്കാരം എന്ന് പറഞ്ഞുടനെ മിക്കവാറും അന്നത്തെ കാലത്തെ ഇടതുപക്ഷമായിരിക്കാം. അതെന്ത് കാരമാണെന്ന് ചോദിച്ചു. ഉടനെ പുറകിലിരുന്ന വാഗ്ഭടാനന്ദ ഗുരുദേവൻ പറഞ്ഞു, ഈ പറഞ്ഞതാണ് ധിക്കാരം. മനസ്സിലായി? ഞാൻ പറഞ്ഞത് നമ്മുടെ ശാസ്ത്രങ്ങളെ ക്രമികമായി പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കൂടെ സന്ധ്യകളിൽ ഈശ്വരോപാസനം ചെയ്യണം. വിളക്ക് തെളിച്ചു വെച്ച് ഓം നമഃശിവായ ഒരു 108 തവണ, ഓം നമോ നാരായണായ എന്നൊക്കെ ജപിക്കാനെങ്കിലും പറ്റണം. അതിനും സാധിക്കുന്നില്ലെങ്കിൽ ഇഷ്ടദേവതയുടെ സഹസ്രനാമം ജപിക്കാം. വിഷ്ണു സഹസ്രനാമമോ ലളിതാ സഹസ്രനാമമോ ജപിക്കാം. നിശ്ചയപ്പെട്ട് ജപിക്കണം. കുടുംബാംഗങ്ങളെല്ലാം ചേർന്നിരുന്ന് ജപിക്കണം. വലിയ ആനന്ദമാണ്. മാത്രമല്ല ആ കുടുംബത്തിൽ ഐക്യം ഉണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും, അപകട മരണങ്ങൾ ഉണ്ടാവില്ല. ഇതെല്ലാം ഉറപ്പുള്ള കാര്യമാണ്. എല്ലാറ്റിനെയും നേരിടാനുള്ള ധൈര്യം ഉണ്ടാവും. പണ്ടൊക്കെ ഹരിനാമ കീർത്തനം വായിച്ചിരുന്നു. എന്തിനാണ്? ഈ ഭൗതിക ലോകം മാത്രമാണ് ശരിയെന്ന മിഥ്യാധാരണയിൽ കുടുങ്ങിയിട്ട് നശിക്കാതിരിക്കാൻ അല്പം വേദാന്ത ചിന്താകത്ത് കിടക്കട്ടെ. അതിനുവേണ്ടി എഴുത്തച്ഛന്റെ ഹരിനാമ കീർത്തനം ജപിച്ചിരുന്നു, ജ്ഞാനപ്പാന ജപിച്ചിരുന്നു. ഇതെല്ലാം നമ്മൾ കൈവിട്ടതിന്റെ ഫലമാണ് തെരുവിൽ കിടന്ന് ബൂട്ട്സ് ഇട്ട പോലീസുകാരന്റെ ചവിട്ട് കൊള്ളേണ്ടി വരുന്നത് സ്വന്തം ക്ഷേത്രം സംരക്ഷിക്കാൻ വേണ്ടി. ഇനിയെങ്കിലും അത്തരം അപകടങ്ങൾ ചെയ്യരുത്. ക്ഷേത്രത്തിനകത്ത് പോലീസ് കടന്നാൽ ആട്ടിപ്പായിക്കണം. കാരണം ഒരു നിയമത്തിലും അത് അനുശാസിക്കുന്നില്ല. നാം ഒരു ക്രൈം ചെയ്യുന്നില്ലെങ്കിൽ പോലീസ് ഇന്റർവെൻഷൻ യാതൊരു സാധ്യതയുമില്ല. ക്ഷേത്രത്തിൽ ആരാധനാ കേന്ദ്രങ്ങളിൽ ബൂട്ട്സിട്ട് അവരെ കയറ്റരുത്. നിയമലംഘനത്തിന് നമ്മൾ കൂട്ടുനിൽക്കരുത്. അത്തരം ഭയങ്ങൾ ഒഴിവാക്കണം. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, ഉപനിഷത്തിന്റെ ഓരോ താള് മറിക്കുമ്പോഴും ഞാൻ മനസ്സിലാക്കിയ ഒരു പാഠമുണ്ട്. അതെന്താണെന്നറിയോ? അഭി അഭി എന്നതാണ്. അഭി എന്ന് പറഞ്ഞാൽ do not fear, do not fear, be brave, fight എന്നാണ് വേദം പഠിപ്പിക്കുന്നത്. ദുർബലന്മാരെ ഉണ്ടാക്കുന്ന ശാസ്ത്രമല്ല വേദാന്തം. വിവേകാനന്ദ സ്വാമികളെ കണ്ടാൽ മനസ്സിലാവും. ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട്, റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞത് മെല്ലെ ഉപനിഷത്ത് പഠിക്കാൻ തുടങ്ങാന്ന്. ഒരു ചുക്കും മനസ്സിലാവില്ല. ഞാനെന്തൊക്കെയോ പഠിച്ചു എന്ന അഹങ്കാരം തലയിൽ കൊണ്ട് നടക്കാന്ന് മാത്രം. ചെറുപ്പത്തിലേ തുടങ്ങണം. ഉപനിഷത്ത് തന്നെ പറയുന്നുണ്ട്, നായമാത്മാ ബലഹീനേന ലഭ്യ. ഈ ആത്മാവുണ്ടല്ലോ ബലഹീനന്മാർക്ക് കിട്ടില്ല. ദുർബലന്മാർക്കുള്ളതല്ല ഇത്, ബലവാന്മാർക്കുള്ളതാണ്. ബലവാന്മാരുടെ ശാസ്ത്രമാണ് വേദാന്തം. അതാണ് സ്വാമി വിവേകാനന്ദൻ ഇംഗ്ലീഷ് പറഞ്ഞത് മുഴുവൻ നമ്മുടെ വേദാന്ത ശാസ്ത്രമാണ്. Be brave, fight, arise, awake and stop not till the goal is reached. Be brave, my children. Take up the whole responsibility on your shoulders. Do not blame.
സ്വാമിയുടെ വാക്കുകളാണ്. ഇതെല്ലാം എവിടെയുള്ളതാണ്? ഉപനിഷത്തിന്റെ സന്ദേശങ്ങൾ. അതുകൊണ്ടാണ് പറഞ്ഞത് വിവേകാനന്ദ സ്വാമികൾ യുഗപ്രഭാവനായ രാമകൃഷ്ണദേവന്റെ ശിഷ്യൻ, ഭാരതത്തിൽ നിന്ന് ഹിന്ദു ധർമ്മത്തിന്റെ ആദ്യത്തെ അംബാസഡർ ആയിരുന്നു. He was the first ambassador to the West. ആദ്യത്തെ ഹിന്ദു മിഷണറിയാണ് വിവേകാനന്ദ സ്വാമി. ഇന്ന് നിങ്ങൾ ഷിക്കാഗോയിൽ പോയി കഴിഞ്ഞാൽ അവിടെ വിവേകാനന്ദ വേ ഉണ്ട്, വിവേകാനന്ദ പാർക്ക് ഉണ്ട്, വിവേകാനന്ദ സ്റ്റാച്യു ഉണ്ട്, വിവേകാനന്ദ ബ്രിഡ്ജ് ഉണ്ട്. കേരളത്തിലെ ശങ്കരാചാര്യരുടെ പേരിൽ ഒരു പാർക്ക് പോലുമില്ല. കാലടിയിൽ ജനിച്ച ശങ്കരാചാര്യ സ്വാമികളുടെ പേരിൽ ഒരു എയർപോർട്ട് പോലുമില്ല. എയർപോർട്ടിന് പേരിടാതെ വെച്ചിരിക്കുക. അവർക്ക് തർക്കമുള്ളത് സെന്റ് തോമസിന്റെ പേരിടണോ അതോ EMSന്റെ പേരിടണോ? ഈ തർക്കമുള്ളൂ. ശങ്കരാചാര്യ അവിടെ എവിടെയും ഒന്നും നോക്കണില്ല. അങ്കമാലി എന്നാണ് ഇപ്പൊ പറയുന്നത്, ശരിക്കും കാലടിയാണ്. നോക്കൂ, അതിഗൂഢമായ വഴികളിലൂടെ നമ്മുടെ സ്ഥലങ്ങൾ തട്ടിയെടുത്ത് നമ്മളെ സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളാക്കിയ ഈ ക്രൂരന്മാരുടെ ആൾക്കാർ എവിടെയും കാണും. നമ്മൾ സജ്ജരല്ല, ആ കുട്ടി അത്രയും ചെയ്തു തന്നു അല്ലേ? അമ്പലം ചെയ്യേണ്ടതാണ്, ശരിക്കും ക്ഷേത്രം ചെയ്യേണ്ടതാണ്. ഒരു ക്യാമറ വെച്ച് വീഡിയോ എടുത്തൂടെ? എന്റെ മുഖം കാണിക്കാനല്ല, ഈ പറയുന്ന കാര്യങ്ങൾ 10,000 കണക്കിന് ആൾക്കാരിലേക്ക് എത്തണം. അതിനാണ് ശരി. എല്ലാത്തിനും ചെലവ് ചുരുക്കലാണ്. ഗംഭീര വെടിക്കെട്ടിന് കുഴപ്പമില്ല. കരിമരെന്ന് പറയുന്നത് ഗാനം വേണം, മിമിക്രി ഇവിടെ ഉണ്ടെന്ന് അറിയില്ല കേട്ടോ. പൊതുവേ എല്ലായിടത്തും കാണുന്നതാണ്. ഗംഭീര കരിമരുന്ന് 30 ലക്ഷം 40 ലക്ഷം പൈസ മുടക്കുന്നത്. എന്നാ നമ്മൾ നന്നാവുക? അതേസമയത്ത് പ്രഭാഷണങ്ങളൊന്ന് കൃത്യമായി റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിട്ട് ആളുകൾ എത്തിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യില്ല. ഇനിയെങ്കിലും ആ മാറ്റം ഉണ്ടാവണം. അതാ പറയുന്നത്. നമ്മൾ എന്താ പറഞ്ഞു വന്ന്? എന്ത്? അരുവിപ്പുറം കൃഷ്ണ. വെരി ഗുഡ്. നല്ല ശ്രോതാക്കളാണ്. ഇവിടെ ചോദിക്കുന്നത്, ഇവിടെ പകുതി പേര് ഉറപ്പാണ് പുരുഷന്മാര്. അവര് കഷ്ടപ്പെട്ട ഒരുവിധം കണ്ടു തുറന്നു വെച്ചിരിക്കുകയാണ്. അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരുദേവന് കല്ലെടുത്ത് വെച്ചു, ശിവലിംഗ പ്രതിഷ്ഠ നടത്തി. പ്രതിഷ്ഠ നടത്തിയത് കണ്ണു മൂട്ടിയിട്ടൊന്നല്ല, ആഗമശാസ്ത്രം ആണ് ക്ഷേത്ര സംവിധാനത്തെ പറ്റി പറയുന്നത്. ആഗമശാസ്ത്രത്തെ കലക്കി കുടിച്ചിട്ടുള്ള ആളാണ് നാരായണ ഗുരുദേവൻ. ശാസ്ത്രോക്തമായ രീതിയിൽ തന്നെയാണ് അദ്ദേഹം ജീവിച്ചതും പ്രവർത്തിച്ചതും. ഇവര് പറഞ്ഞുണ്ടാക്കാൻ ചുമ്മാ ഒരു കല്ലെടുത്ത് വെച്ചതല്ല. അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം സിദ്ധപുരുഷനാണ്. തമിഴ്നാട്ടിലൊക്കെ അങ്ങനെയാണ്. സിദ്ധപുരുഷന്മാർ ഒരു കല്ലെടുത്ത് വെച്ചാൽ അത് ക്ഷേത്രമായി. ആ ചൈതന്യം ഒരിക്കലും ലോപം വരില്ല. കാരണം സിദ്ധന്മാരുടെ പ്രതിഷ്ഠയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒറ്റക്കല്ലിൽ ശിവൻ, ദേവി, ഗണപതി, മുരുകൻ, ശിവ കുടുംബത്തെ ഒറ്റക്കല്ലിൽ പ്രതിഷ്ഠിച്ചത് മാതാമൃതാനന്ദമയ ദേവിയാണ്. ഒരു സ്ത്രീയാണ്. അത് നിങ്ങൾ എന്താ ചർച്ച ചെയ്യാത്തത്? അത് ഞങ്ങൾ ചർച്ച ചെയ്യില്ല. കാരണം അവർ ഹിന്ദു മതത്തിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അത് നവോത്ഥാനമായിട്ട് പ്രചരിപ്പിക്കില്ല. ഞങ്ങളുടെ നവോത്ഥാനം എന്താണ്? അര കിലോ പാൽപ്പൊടി, 1/2 കിലോ പഞ്ചസാര, 1/2 കിലോ ചായപ്പൊടി, 1 കിലോ അരി കൊടുത്തിട്ട് മതം മാറ്റുന്ന ഏഭ്യന്മാരുടെ ലോബിയെ ഞങ്ങൾ നവോത്ഥാനമായിട്ട് കാണും. അവിടെ മദർ തെരേസി, ഫാദർ ഫ്രാങ്കോ അങ്ങനെയൊക്കെയാണ്. എന്തായി പറയാൻ കാരണം എന്നറിയോ? നമ്മുടെ നാട്ടില് ഒരു സ്ത്രീ, ഒരു കറുത്ത സ്ത്രീ, ഒരു അരയ സമുദായത്തിൽ ജനിച്ച സ്ത്രീ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കഴിഞ്ഞിട്ടും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് നവോത്ഥാനമായിട്ട് തോന്നുന്നില്ല. ഈ വനിതാ മതിലൊന്നും കെട്ടിയിട്ടല്ല അവതാരണമായി ദേവി ലോകത്തെ നെറുകയിൽ എത്തിയത്. നിങ്ങളൊക്കെ കൂക്കി വിളിച്ചിട്ടും കരിയോലൊഴിച്ചിട്ടും തെറി വിളിച്ചിട്ടും തന്നെയാണ് അതിന്റെ നടുവിലൂടെയാണ്. അതാണ് ശരിക്കും ഇരട്ട ചങ്ക്. അല്ലാതെ 4000 പോലീസുകാർ സെക്യൂരിറ്റി നിർത്തി ഞാൻ ഇരട്ട ചങ്കനെന്ന് പറയുന്നത് അത് ധൈര്യമല്ല, ഭീരുത്വമാണ്. ഒരു സ്ത്രീ ഒറ്റയ്ക്ക്, അതും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയായ കൊല്ലം ജില്ലയിലെ കടലോര ഗ്രാമത്തില് ജനിച്ചിട്ട് 23 ക്ഷേത്രങ്ങൾ സ്വയം പ്രതിഷ്ഠിച്ചു. ക്ഷേത്രത്തിലെ തന്ത്രിയായി. ഇവിടെ ഏതെങ്കിലും ബ്രാഹ്മണൻ കല്ലെറിഞ്ഞോ? ഏതെങ്കിലും ബ്രാഹ്മണൻ അവരെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചോ? അവരെ അധിക്ഷേപിച്ചതും കടപ്പുറം സുധാമണി എന്ന് വിളിച്ചതും മുഴുവൻ ഈ കമ്മ്യൂണിസ്റ്റുകാർ. ഇപ്പൊ നിങ്ങൾ പറ, ആരാണ് വനിതകൾക്ക് വേണ്ടി നിലകൊള്ളുന്നത്? ആരാണ് ജാതി പറഞ്ഞ് കളിയാക്കുന്നത്? കടപ്പുറം എന്നുള്ള വാക്കിനെ ജാതിയെ സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ ഫേസ്ബുക്ക് മുഴുവൻ നോക്കിക്കോ. ജിഹാദികളും കമ്മ്യൂണിസ്റ്റുകളും കൂടി ഇവരെ വിളിക്കുന്ന കടപ്പുറം സുധാമണി എന്നാണ്. ആദ്യമായി ലോകത്ത് ഒരു സ്ത്രീ
ക്ഷേത്ര പ്രതിഷ്ഠകൾ നടത്തിയ അനേകം, അന്ന് കാലത്തെ മഹാന്മാരായിട്ടുള്ള മാധവ്ജിയെ പോലുള്ള ആളുകൾ അമ്മയെ അവതാരമായി തന്നെ കണ്ടു. അന്ന് മാധവ്ജിയെ പോലുള്ള ആളുകൾ, RSSകാരനാണ് മാധവ്ജിയെ പോലുള്ള ആളുകളാണ് അമ്മയെ അന്ന് ബഹുമാനിച്ചത്. നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ അന്നും ഇന്നും കടപ്പുറം സുധാമണി എന്നാണ് വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾ അടിസ്ഥാനപരമായി സ്ത്രീകൾക്കെതിരാണ്, കീഴ്ജാതിക്കാർക്കെതിരാണ്, വനിതകൾ ഉയരുന്നതിനെതിരാണ്, ഹിന്ദുക്കൾക്കെതിരാണ്. പറയാതിരിക്കാൻ വയ്യ. അപ്പൊ അതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ആ ശിവലിംഗം അവിടെ എടുത്തു വെച്ച ശേഷം കുറച്ചുപേര് ചോദ്യം ചെയ്തു, ഇത് എന്ത് വിധിപ്രകാരമുള്ള പൂജയാണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ മറുപടി, അതിന് ഇത് ബ്രാഹ്മണ ശിവനല്ലല്ലോ എന്ന് മാത്രമാണ്. ഇത് ബ്രാഹ്മണ ശിവനല്ലല്ലോ എന്ന് മാത്രമാണ്. ഇവരെന്താക്കിയെന്നറിയോ? ഇത് ഈഴവ ശിവനാണ് എന്ന് പറഞ്ഞു. തല്ലുകൊള്ളണ്ടേ ഇവർക്ക്? സ്വന്തം ഗുരുവിന്റെ വായിൽ വാക്ക് തിരുകണമെങ്കിൽ അത്രത്തോളം അധമന്മാരാവണ്ടേ? ഒരിടത്ത് പോലും ജാതിബോധം പറയാത്ത, ചിന്തിക്കാത്ത ഒരാളെ പറ്റി ഇത് ഈഴവ ശിവന് ജാതി ഉണ്ടാക്കാൻ മാത്രം മണ്ടനാണോ ഗുരുദേവൻ? എല്ലാറ്റിനും അപ്പുറം നിൽക്കുന്ന പരമ്പൊരുളിന്റെ സത്യത്തിന്, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ശിവൻ. ആ പരമ്പൊരുളിന്റെ പ്രതീകമാണ് ശിവലിംഗം. ശിവലിംഗം എന്ന് പറഞ്ഞാൽ പുരുഷന്റെ ലിംഗം എന്നല്ല അർത്ഥം. ലിംഗ ശബ്ദത്തിന് അർത്ഥം അടയാളം, ചിഹ്നം എന്നാണ്. കുറിക്കുന്നത് തമിഴിൽ കൃത്യമായി ആൺകുറി എന്ന് പറയും, ആണിനെ കുറിക്കുന്നത്. പുല്ലിംഗം എന്താണ്? പുരുഷനെ കുറിക്കുന്നത്. സ്ത്രീലിംഗം സ്ത്രീയുടെ ലിംഗ, സ്ത്രീയെ കുറിക്കുന്നത്. നപുംസകലിംഗം കണ്ടില്ലേ? രണ്ട് സ്ത്രീകളെ നപുംസകങ്ങളാന്ന് പറഞ്ഞു കൊണ്ടുപോയില്ലേ? കൊണ്ടുപോയവന്റെ പേരാണ് നപുംസകം. നപുംസകലിംഗം എന്ന് പറഞ്ഞാൽ പുമാനുമല്ല സ്ത്രീയുമല്ല, അതിനെ കുറിക്കുന്നത്. ശിവലിംഗമോ ആത്മസ്വരൂപത്തെ, വിശ്വ ചൈതന്യത്തെ കുറിക്കുന്നത് ശിവലിംഗം. മംഗളസ്വരൂപം എന്നാണ് ശിവം എന്ന് പറഞ്ഞാൽ. എന്താണ് മംഗളസ്വരൂപം? ആത്മസ്വരൂപം. ആത്മസ്വരൂപത്തെ, അങ്കുഷ്ഠ മാത്രമായിരിക്കുന്ന ആത്മസ്വരൂപത്തെ കുറിക്കാൻ വേണ്ടി ഉള്ള പ്രതീകമാണ് ശിവലിംഗം. എന്താണ് ആ ആകൃതി? ബ്രഹ്മാണ്ടത്തിന്റെ മുഴുവൻ ആകൃതി അണ്ഡാകൃതിയാണ്. ബ്രഹ്മാണ്ടത്തിന്റെ മുഴുവൻ മിനിയേച്ചറാണ്, ഒരു ചെറു മാതൃകയാണ് ശിവലിംഗം. പ്രപഞ്ചത്തിന്റെ സകല ഊർജവും നാം ആരാധിക്കുന്നത് ശിവലിംഗത്തിലൂടെയാണ്. ആദ്യം ക്ഷേത്രങ്ങൾ ഇങ്ങനെ സമുച്ചയമായി വരുന്നതിന് മുൻപ് കാവുകളിൽ ആരാധിക്കപ്പെട്ടിരുന്ന മൂർത്തി ശിവനാണ്. നാം ആദ്യമായി ആരാധിച്ച മൂർത്തി രുദ്രനാണ്, ശിവലിംഗത്തിലൂടെ. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഓർമ്മ ഓം എന്ന ശബ്ദമാണ്, അടുത്ത ഓർമ്മ അഗ്നിയാണ്. അതുകൊണ്ടാണ് വേദം തുടങ്ങുന്നത് ഓം അഗ്നിം ഈടേ പുരോഹിതം യജ്ഞസ്യ ദേവം ഋത്വിജം ഹോതാരം രത്നധാതമം. ഓം എന്ന് ജപിച്ചു ആദ്യം. നമ്മെ സംബന്ധിച്ച് ആദ്യം ഈശ്വരന്റെ വാചകം എന്താണ്? ഓം. അടുത്ത വാചകം അഗ്നിം, അഗ്നിയെ ഈടേ സ്തുതിക്കുന്നു ഞാൻ. പ്രണവം, ഓംകാരവും അഗ്നിയും എവിടെയുണ്ടോ അതൊരു ഹിന്ദുവിന്റെ ചടങ്ങാണ്, യജ്ഞസങ്കല്പമായി എന്നർത്ഥം. നമ്മുടെ വിവാഹ പന്തലുകളിലുള്ള ആഭാസകരമായ കാഴ്ച, ഓഡിറ്റോറിയത്തിൽ വിവാഹം ബുക്ക് ചെയ്യും, എന്നിട്ട് ഒരു മണ്ഡപമൊക്കെ കെട്ടിയുണ്ടാക്കി ഒരുപാട് പണം ചെലവാക്കി ആളുകളെയൊക്കെ വിളിച്ച്, കത്തടിച്ച ആളുകളെ വിളിച്ച് പന്തലിൽ വിവാഹ താലി ചാർത്തി കഴിഞ്ഞാൽ ഇരിക്കുന്നത് 90% വരെ അവിടെ കാണില്ല. ആ ഊണ് വിളമ്പുന്ന സ്ഥലത്ത് തല്ലും പിടിയും കൂടുക. ഇത്ര ലജ്ജയില്ലാത്തൊരു സമൂഹം. മംഗളകരമായ ഒരു ചടങ്ങ്, ഒരു യജ്ഞമാണ് നടക്കുക. അഗ്നി തെളിയിച്ചു വെച്ച് മന്ത്രങ്ങളോട് കൂടിയാണ് വിവാഹം നടത്തപ്പെടുന്നത്. അഗ്നി തെളിയിച്ചു വെച്ച് മന്ത്രങ്ങളോടുകൂടിയാണ് ചോറൂണ് നടത്തപ്പെടുന്നത്. അഗ്നി തെളിച്ചു വെച്ച് മന്ത്രങ്ങളോടുകൂടിയാണ് ചൂടാകർമ്മം നടത്തുന്നത്, ഉപനയനം നടത്തുന്നത്. അഗ്നിയും പ്രണവവും മന്ത്രവും ഇല്ലാത്ത ഒരു പരിപാടിയും ഹിന്ദുവിനില്ല. അപ്പോൾ ആരാണ് ഹിന്ദു? അഗ്നിയുടെ സാന്നിധ്യവും പ്രണവ ഉച്ചാരണവും എവിടെയുണ്ടോ, അതിനെ മാനിക്കുന്നവനുണ്ടോ അവൻ ഹിന്ദു. പ്രണവവും അഗ്നിയും പരമപ്രധാനമെന്ന് കാണുന്നവന്റെ പേര് ഹിന്ദു.
മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് അഗ്നി തെളിച്ചു വെക്കണം 2 സന്ധ്യകളിലും. ആധ്യാത്മിക സന്ധ്യയിൽ നമ്മൾ നട്ടുച്ചയ്ക്ക് വിളക്ക് തെളിക്കണ്ട, മറിച്ച് മനസാ ജപിക്കണം ഒരു മന്ത്രമെങ്കിലും. അങ്ങനെ അഗ്നിയെയും പ്രണവത്തെയും പരമപ്രധാനമായി കാണുന്ന വിഭാഗത്തിന്റെ പേരാണ് ഹിന്ദു. അത് വേദത്തിലുണ്ടോ? ആ പദം ഇല്ല. പദം വേദത്തിലില്ല. പദം പേർഷ്യക്കാർ സമ്മാനിച്ചതാണ്. സിന്ധു നദീതടത്തിൽ വസിക്കുന്ന ഒരു വിഭാഗം ആളുകളെ അവർ വിളിച്ചു ഹിന്ദുക്കൾ എന്ന്. കാരണം പേർഷ്യൻ ഭാഷയിൽ സ എന്ന അക്ഷരമില്ല, അതിന് പകരം ഹ എന്നാണ്. ഹിന്ദു എന്നായി. അത് ഇൻഡസ് ആയി, ഇൻഡസ് ഇന്ത്യയായി, ഇനി ഉണ്ടോന്നാവും അവസാനം. എന്നാൽ മാറ്റമില്ലാത്തൊരു പേരുണ്ട്, ഭാരതം. അറിവിന്റെ പ്രകാശത്തിൽ ലഭിക്കുന്ന ഇടം ഭാരതം. വേദത്തിന്റെ പ്രകാശത്തിൽ ലഭിക്കുന്ന ഇടമാണ് ഭാരതം. ഇന്ത്യ എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലാത്ത പേരല്ല, ഭാരതം. അതുകൊണ്ടാണ് റിപ്പബ്ലിക് ഓഫ് ഭാരത് എഴുതിയത്. റിപ്പബ്ലിക് ഓഫ് ഭാരത്. ശരി, ഇപ്പൊ നാരായണ ഗുരുദേവൻ ഈഴവ ശിവനാണെന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞത് ഇത് ബ്രാഹ്മണ ശിവൻ അല്ലല്ലോ. അതിന് നിങ്ങൾ ചോദ്യം ചെയ്യാൻ ഇത് ബ്രാഹ്മണ ശിവൻ അല്ലല്ലോ. ഈ ശിവൻ പ്രത്യേകിച്ച് ഒരു ലിംഗത്തിലും പെടുന്നില്ല, ആണോ പെണ്ണോ അല്ല. ഇത് ഏതെങ്കിലും ജനിച്ചിട്ടുള്ള ജാതിയല്ല, മതമല്ല. ഇത് പരമാത്മാവിന്റെ പ്രതീകമാകുന്നു എന്ന തത്വത്തെയാണ് ചുരുങ്ങിയ വാക്കിലൂടെ അദ്ദേഹം പറഞ്ഞത്. എന്താ പറഞ്ഞത്? അത് ഇത് ബ്രാഹ്മണ ശിവൻ അല്ലല്ലോ, പ്രശ്നം കഴിഞ്ഞില്ലേ. ഇതിന് ജാതി ഇല്ലെന്നാ പറഞ്ഞത്. ഇവന്മാരെന്താക്കിയത്? ഈഴവ ശിവനാണ്. കൊള്ളാം. അത് മനസ്സിലാക്കിക്കോളൂ. അത്തരം കള്ളത്തരങ്ങൾ വാക്കുകളിലൂടെ ഒളിച്ചു കടത്തുകയാണ്. ഗുരുദേവൻ ഒരിക്കലും ജാതി പറഞ്ഞിട്ടില്ല. ചട്ടമ്പി സ്വാമികളാവട്ടെ, വിവേകാനന്ദ സ്വാമികൾക്ക് വളരെ കാലമായി ചിന്മുദ്രയുടെ തത്വത്തെപ്പറ്റി സംശയമുണ്ടായിരുന്നു. അദ്ദേഹം കേരളത്തിൽ വന്ന കാലത്ത് ചട്ടമ്പി സ്വാമികളുമായി കണ്ടുമുട്ടി. അവിചാരിതമായിരുന്നു, ആകസ്മികം എന്ന് പറയാം. പക്ഷെ പ്രകൃതിയിലൊന്നും ആകസ്മികമല്ല, നമുക്ക് വേണ്ടിയാണ് അവർ കണ്ടുമുട്ടിയത്. കണ്ടുമുട്ടിയ സമയത്ത് ശുദ്ധമായ സംസ്കൃത ഭാഷയിൽ ചട്ടമ്പി സ്വാമികൾ വിവേകാനന്ദ സ്വാമികളോട് സംവദിച്ചു. ചിന്മുദ്ര കീദൃശി എന്ന ചോദ്യം ചട്ടമ്പി സ്വാമികളോട് വിവേകാനന്ദ സ്വാമികൾ ഉന്നയിച്ചു. ചിന്മുദ്ര എങ്ങനെയുള്ളതാണ്, എന്താണ് ചിന്മുദ്രയുടെ ലക്ഷണം, എന്താണ് അതിന്റെ തത്വം എന്ന് ചോദിച്ചതിന് വിശദമായി ശുദ്ധ സംസ്കൃതത്തിൽ ചട്ടമ്പി സ്വാമികൾ മറുപടി കൊടുത്തു. ഇന്ത്യയിൽ പല പണ്ഡിതന്മാരെയും കണ്ട് ചോദിച്ചിട്ടും നീങ്ങാത്ത സംശയം നീങ്ങിയത് കേരളത്തിൽ നമ്മുടെ ചട്ടമ്പി സ്വാമികളുടെ അടുത്ത് നിന്നാണ്. ആർക്ക്? യുഗപ്രഭാവനായ വിവേകാനന്ദ സ്വാമികൾക്ക് പോലും എന്ന് പറയുമ്പോൾ അനൽപമായ അഭിമാനം നമുക്കുണ്ടായിരിക്കണം. മനസ്സിലാവുന്നില്ലേ? ഒരു പക്ഷെ ആ മഹാന്റെ കൃപയായിരിക്കാം ശബരിമല വിഷയത്തിൽ NSS ഇത്രയും ശക്തമായ നിലപാടെടുക്കാൻ കാരണം. ആ മഹാൻ തോന്നിച്ചതാവാം, ഇങ്ങനെ ഇരുന്നാൻ പറ്റില്ല, നിങ്ങളെങ്കിലും ചോദ്യം ചെയ്തില്ലെങ്കിൽ ഈ സമൂഹം അപകടത്തിലാണെന്ന് ചട്ടമ്പി സ്വാമികൾ തോന്നിപ്പിച്ചതായിരിക്കണം. അവർക്ക് മരണമില്ല, ശരീരം ഉപേക്ഷിക്കൽ മാത്രമാണ്. അവരുടെ തരംഗം, അവരുടെ പ്രസരിപ്പ് എല്ലാം ഇവിടെയുണ്ട്, അറിവ് ഇവിടെയുണ്ട്, നാശമില്ലാത്തതാണ്, ഊർജ്ജം നശിക്കുന്നില്ല. ഗുരുദേവനായാലും ചട്ടമ്പി സ്വാമികളാണെങ്കിലും ശങ്കരാചാര്യ സ്വാമികളാണെങ്കിലും ശരീരം ഉപേക്ഷിക്കുന്നു എന്നേ ഉള്ളൂ. ആ തേജസ്സിന് യാതൊരു കോട്ടവും ഇല്ല. അത് നേരിട്ട് അറിയണമെങ്കിൽ തമിഴ്നാട് തിരുവണ്ണാമലൈ എന്നൊരു സ്ഥലമുണ്ട്, രമണാശ്രമം, ശ്രീ രമണ മഹർഷി താമസിച്ചിരുന്ന ഇടം. അവിടെ പോയാൽ അറിയാം. ഇന്നും രമണ സമാധിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ എത്ര ഖലനാണെങ്കിലും, ഒരു വികാരമില്ലാത്തവനാണെങ്കിലും, നമ്മുടെ മുഖ്യമന്ത്രി ആണെങ്കിൽ പോലും ഭക്തി ഉണ്ടാവും. ഭക്തി ഉണ്ടാവും. ആ രമണ മഹർഷിയുടെ സന്നിധാനത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ ഉള്ളിന്റെ ഉള്ളിൽ ആ പരമമായ ശാന്തിയുടെ അല അടിക്കും. അദ്ദേഹം സമാധിയായിട്ട് 1950 ഏപ്രിൽ 14 രാത്രി 8:47 ഭഗവാൻ രമണ മഹർഷി സമാധിയായത്. ശരീരം വെടിഞ്ഞത്, അങ്ങനെ പറയാം. ശരീരം വെടിഞ്ഞുവെങ്കിലും അദ്ദേഹം ആ പ്രസൻസ് ഉണ്ടല്ലോ, ആ സാന്നിധ്യം അവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. അതുപോലെ തന്നെയാണ് അയ്യപ്പസ്വാമി. അയ്യപ്പസ്വാമിയുടെ സമാധി കാണാനാണ് ഈ ഭക്തന്മാർ പോകുന്നത്. മനസ്സിലാവുന്ന ധർമ്മശാസ്താവിന്റെ പീഠത്തിൽ സമാധിയായ മഹാപുരുഷനാണ് ആര്? സാക്ഷാൽ അയ്യപ്പസ്വാമി. അദ്ദേഹത്തെ ധർമ്മശാസ്താവിന്റെ അവതാരമായും പറയുന്നുണ്ട്. എപ്രകാരമാണോ ഭദ്രകാളിയും അമൃതാനന്ദമയി ദേവിയും തമ്മിൽ സാമ്യം പറയുന്നത് ആര്? ഞാനല്ല, കോട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാട് പറഞ്ഞത്. ഭാഗവത ഹംസമായിരുന്ന കാവ്യ കൗസ്തുഭം എന്ന
സ്ഥാനപ്പേര് ലഭിച്ച മഹാകവി ഓട്ടൂർ ഉണ്ണിനമ്പൂരിപ്പാട് കൃഷ്ണനെ പറ്റി ഒരു കവിത എഴുതി. കണ്ണന്റെ പുണ്യനാമവർണ്ണങ്ങൾ കർണത്തിലെന്നു കേൾക്കും ഞാൻ, കർണത്തിൽ കേട്ട് കോൾമയിൽ കൊണ്ട് കണ്ണീരിലെന്നു മുങ്ങും ഞാൻ. എഴുതിയതാരെന്നൊക്കെ മനസ്സിലായില്ലേ? ഓട്ടൂർ ഉണ്ണിനമ്പൂരിപ്പാടാണ്. അദ്ദേഹം എഴുതി അമ്മയെ കാണുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി. അവസാനം എഴുതി ഇക്കളം ആ ചമ്മതൻ ശീതളാംഗത്തിലെന്ന് മയങ്ങും ഞാൻ എന്നായി. എഴുതിയപ്പോ അവസാനം എഴുതി വന്നത് ഈ കളമെല്ലാം വായിച്ച് ഞാൻ എന്നാണ് അമ്മയുടെ ശീതളാംഗത്തിൽ മടിത്തട്ടിൽ ചായുക ഉറങ്ങുക എന്ന് എഴുതി. അപ്പൊ അന്നത്തെ പണ്ഡിതന്മാർക്ക് ചോദിച്ചു, എന്താണ് ശ്രീകൃഷ്ണനെ പറ്റി എഴുതി അവസാനം അമ്മ എന്ന് എഴുതാൻ കാരണം? അദ്ദേഹം പറഞ്ഞു, അറിയില്ല, അങ്ങനെയാണ് വന്നത്, സാക്ഷാൽ ഭഗവതി തന്നെയാവും എന്ന് പറഞ്ഞു. എന്തിനു പറയണു? അതിനുശേഷം അദ്ദേഹം കൽക്കട്ടയിലൊക്കെ അലഞ്ഞു നടന്നു. ശാരദാദേവിയൊക്കെ കാണാൻ പോയി. അപ്പോഴേക്കും ശാരദാദേവി സമാധിയായിരുന്നു. ശ്രീരാമകൃഷ്ണദേവന്റെയും ശാരദാദേവിയുടെയും ഭക്തനായിരുന്നു. അവർ രണ്ടുപേരെയും കാണാൻ കഴിയാത്ത ദുഃഖത്തിൽ ഇങ്ങനെ വരുമ്പോഴാണ് അവിചാരിതമായിട്ട് അമ്മയുടെ അടുത്ത് എത്തിപ്പെട്ടപ്പോ കടലോര ഗ്രാമമാണ്, തൊണ്ടഴുകിയ മണമുള്ള സ്ഥലമാണ്, മീൻ മണക്കുന്ന സ്ഥലമാണ്. പക്ഷെ അവിടെ അദ്ദേഹം കണ്ടത് സാക്ഷാൽ ഭഗവതിയായിരുന്നു. അതുകൊണ്ട് അമ്മയുടെ അഷ്ടോത്തര ശതനാമാവലി എഴുതിയിട്ട് അദ്ദേഹം ആദ്യം എഴുതിയ മന്ത്രം എന്താണെന്നറിയോ? ഓം പൂർണ്ണ ബ്രഹ്മസ്വരൂപിണി നമ. സാക്ഷാൽ ബ്രഹ്മം തന്നെ അവതരിച്ചവൾക്ക് നമസ്കാരം എന്നാ പറയുന്നത്. അതിലൊരു വരി എഴുതിയിട്ടുണ്ട്, ഓം രഥോത്സവ കന്യാകുമാരി മർത്യമൂർത്തയെ നമ. രഥോത്സവത്തിൽ എഴുന്നള്ളുന്ന കന്യാകുമാരിയുടെ മനുഷ്യരൂപത്തിന് നമസ്കാരം എന്ന് എഴുതി. ഒരു കാര്യം ഞാൻ പറയാം, അമൃതാനന്ദമയി ദേവിയൊക്കെ ജീവിച്ചിരിക്കുന്ന ശരീരത്തിലിരിക്കുന്ന കാലഘട്ടമാണ്. ദുഷ്ടന്മാരൊന്ന് ആലോചിച്ചോളൂ, നിങ്ങൾ ചെയ്യുന്ന ഓരോ ദുഷ്ടപ്രവൃത്തിക്കും 100 ഇരട്ടി തിരിച്ചടി ഉണ്ടാകും. സംശയം തന്നെ. തൽക്കാലം ജയിച്ചു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു, പക്ഷെ ആ ജയം താൽക്കാലികം മാത്രമാണ്. വിഭീഷണൻ പറഞ്ഞത് കേൾക്കാത്ത, മണ്ഡോദരി പറഞ്ഞത് കേൾക്കാത്ത, പാർട്ടിക്കാരാണ്, പേടിയൊന്നുമില്ല, മൈക്കോണ്ടടിയുള്ളൂ. അപ്പോ അതായത് വിഭീഷൺ പറഞ്ഞത് കേൾക്കാത്ത, മണ്ഡോദരി പറഞ്ഞത് കേൾക്കാത്ത രാവണൻ 10 തലയും അറുത്തു പോണ്ടി വന്നു. രാവണൻ എന്ന് പറഞ്ഞാൽ രാവണന്റെ അപ്പിയുടെ വിലയില്ലാത്തവരാണ് ഇപ്പൊ ഭരിക്കുന്നത്. രാവണൻ എന്ന് പറഞ്ഞാൽ വേദവിത്താണ്, വേദം കലക്കി കുടിച്ചവനാണ്, ശിവതാണ്ഡവ സ്തോത്രം എഴുതിയവനാണ്, ശിവഭക്തനാണ്. സാക്ഷാൽ വിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമചന്ദ്രൻ പോലും ശിവലിംഗം പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ച് പൂജിച്ച് അനുമതി നേടിയ ശേഷം മാത്രമാണ് തൊടാൻ പറ്റിയത്. അത്ര വലിയ ആളാണ്, മനസ്സിലാക്കിക്കോളൂ. അതുകൊണ്ട് അധർമ്മം ചെയ്യുമ്പോൾ ഒരു സുഖം ഉണ്ടാവും. കുറെ പേരെ കണ്ണീര് കുടിപ്പിച്ച വേദന ഉണ്ടല്ലോ, അത് പോവില്ല, സംശയം വേണ്ട. നാളെ ഞാൻ മരിച്ചാലും നിങ്ങൾ ഈ വാക്ക് ഓർക്കണം. രാവണനെ വീഴ്ത്തിയ ധർമ്മമാണിത്. ഒന്നുകൊണ്ടും പേടിക്കരുത്. നമ്മുടെ കൂടെ യുഗങ്ങളായി നിൽക്കുന്ന ധർമ്മമൂർത്തികൾ നമ്മുടെ കൂടെയുണ്ട്. അവർ നമ്മുടെ കൂടെയുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ധർമ്മമാണ്. എങ്ങനെ ഉറപ്പുവരുത്താം? ഉറച്ചു നാമം ജപിച്ചാൽ മൂർത്തി കൂടെ ഉണ്ടാവും. ആ മൂർത്തിയും ഗുരുമൂർത്തിയും കൂടെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ ക്ഷേത്രങ്ങളെ ആധ്യാത്മിക സാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റേണ്ടത് അനിവാര്യമാണ്. ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്ന ഓരോ ഭക്തനും ഹിന്ദു മതത്തിന്റെ രുചി അറിഞ്ഞിട്ടേ പുറത്തേക്ക് പോകാവൂ. ക്ഷേത്രത്തിൽ അക്രമം കാണിക്കാൻ വരുന്ന ആരായാലും അവനും ഹിന്ദു മതത്തിന്റെ രുചി അറിഞ്ഞേ പുറത്തേക്ക് പോകാവൂ. മനസ്സിലായോ? വീരപഴശ്ശി ദുർഗാദേവി ഉപാസിച്ചവനാണ്. വീരപഴശ്ശി രാജാവിന്റെ കഴുത്തിലെ മാലയുടെ മുദ്ര പോർക്കലി ഭഗവതിയായിരുന്നു. എന്താ പോർക്കലി? യുദ്ധചാമുണ്ടിയാണ് അവൾ. യുദ്ധത്തിന് പോരിന് പോകുന്ന കലിപൂണ്ട് നിൽക്കുന്ന ദേവതയാണ്. മട്ടന്നൂരടുത്ത് ഇരിട്ടിക്കടുത്ത് മുഴക്കുന്നിൽ മൃദംഗ ശൈലേശ്വരി. ആ മൃദംഗ ശൈലേശ്വരി തൊഴുതിട്ട് അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ആരോ ബ്രിട്ടീഷുകാരോട് ഒറ്റിക്കൊടുത്തു. ഇയാളുടെ ശക്തി മുഴുവൻ പോർക്കലി തൊഴുന്നാണ്. 400 പോലീസുകാർ ഇപ്പൊ ശബരിമലയിൽ നിൽക്കുന്നില്ലേ, അതുപോലെ 400 പോലീസുകാർ ചുറ്റും നിന്നിട്ട് ഇയാളെ തൊഴാൻ സമ്മതിച്ചില്ല. അയാള് പോകുന്ന പോക്കിന് മന്ത്രിയോട് പറഞ്ഞു, ഈ തവണ ഞാൻ തിരിച്ചു വരില്ല, അങ്ങനെ വന്നിട്ടില്ല. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പോലും ഒറ്റ ക്ഷേത്രത്തിൽ ഒറ്റ ദേവതയുടെ ശക്തി കൊണ്ട് വിറപ്പിച്ച് നിർത്താൻ നമുക്ക് സാധിക്കുമെങ്കിൽ അനേകം ക്ഷേത്രങ്ങളും ദിവ്യമൂർത്തികളും ആചാര്യന്മാരുമുള്ള ഈ കാലത്ത് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അനൈക്യം കാരണം സാധിക്കുന്നില്ല. അതുകൊണ്ട് ക്ഷുദ്രമായ ജാതിയെ ഒഴിവാക്കി ശക്തരായി മുന്നോട്ട് പോയാൽ ഏവനും വീഴും, സംശയം വേണ്ട. അതിനാദ്യം ഉണ്ടാക്കിയെടുക്കേണ്ട ഇച്ഛാശക്തിയാണ്. ആ ശക്തി എങ്ങനെ വരും?
അറിവിലൂടെ വരും. അതിന് പഠിക്കണം, ശാസ്ത്രങ്ങൾ അല്പാൽപ്പം പഠിക്കണം, ആചരണങ്ങളിൽ ഒരു വ്യത്യാസവും വരുത്തരുത്. ആര് പറഞ്ഞാലും ശരി. ശബരിമലയെ സംബന്ധിച്ച് ഏറ്റവും പഴയ റിപ്പോർട്ട് ബോർഡ് ആൻഡ് കോർണർ റിപ്പോർട്ട്. സാഹിബ്മാരെഴുതിയ കള്ള എഴുതൂല, നമ്മളൊക്കെ കള്ളന്മാരല്ല. ബോർഡ് ആൻഡ് കോർണർ റിപ്പോർട്ട് ഉണ്ട്, 1830 റിപ്പോർട്ടാണ്, ഏറ്റവും പഴയ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ശബരിമല എന്നൊരു ക്ഷേത്രമുണ്ട്. ആ ശബരിമലയിൽ അയ്യപ്പ ധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ട്. അതിന്റെ പ്രത്യേകത 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള യുവതികൾ അവിടെ കയറില്ല, ആർത്തവകാലീനകളായ സ്ത്രീകൾ കയറാറില്ല. അന്നേ അങ്ങനെയാണ്. ഇക്കൂട്ടം നുണ പറയുന്നു, സ്ത്രീകൾ പണ്ട് കയറിയിരുന്നു. 1830 പണ്ടുള്ള ഒരു രേഖ കാണിച്ചു തരും എന്ന് ഞങ്ങൾ വിശ്വസിക്കാം. കള്ളം പറയുകയാണ്. കാരണം എന്താണെന്നറിയോ? ശാസ്താവ് എന്നത് 108 ശാസ്ത്രാലയങ്ങളുണ്ട് ഇവിടെ കേരളത്തിൽ, 108 വനദുർഗകളുമുണ്ട്. ഇത് നമ്മുടെ ധർമ്മം കാക്കുന്ന മൂർത്തികളാണ്. നമ്മുടെ ധർമ്മം കാക്കുന്ന മൂർത്തികളുടെ ക്ഷേത്രത്തിൽ ചൈതന്യ ലോപം വരുത്തുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. അതിനെന്താ തെളിവ്? അയ്യപ്പ സ്വാമിയെ കാണാനുള്ള ആർത്തി കൊണ്ടുപോയ സ്ത്രീകളാണെങ്കിൽ കടന്നുപോയത് ഉറപ്പാക്കാം. സ്ത്രീകൾ 2 പേരെ കയറ്റി എന്ന് പറയുന്നുണ്ടല്ലോ, അവർ തിരിച്ചു വന്നപ്പോ ചോദ്യം എന്താ പോലീസുകാരോട്, ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല. അപ്പൊ പോലീസുകാരെ പറയാം, അതിനെന്താ ഞങ്ങൾ വീഡിയോ എടുത്തിട്ട് അത് പോരെയെന്ന്. അപ്പൊ ഏത് വിധേയ ഒരു ക്ഷേത്രത്തിൽ കടന്നിട്ട് അത് തെളിവാക്കി ഏതോ വലിയ യജമാനന്മാരെ കാണിക്കണം നിങ്ങൾ കടന്നു എന്നുള്ളത്, അതിന് ഇവർക്ക് കപ്പം കിട്ടുന്നുണ്ടാവും. അല്ലെങ്കിൽ എന്തിനാ വീഡിയോ എടുക്കേണ്ട ആവശ്യം? ക്ഷേത്രത്തിൽ പോയി തൊഴുന്നത് വീഡിയോ കിട്ടുന്ന വിചാരിച്ചിട്ടാണോ അവിടെ ഭക്തന്മാർ പോണത്? അല്ല. അരാജകവാദികളെ കയറ്റുന്നതും ഒരു സ്ത്രീ അതിനിടയ്ക്ക് ചെയ്ത പ്രവർത്തി എന്താണെന്നറിയോ? ഈ നാപ്കിനും കൊണ്ട് കയറി എന്നാ പറയുന്നത്. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഇവിടുത്തെ ഒരു സമുദായം, പുറമെ ഏറ്റവും ശാന്തമായ ഒരു സമുദായത്തിന് ശാസ്താവ് വലിയൊരു ഭീഷണിയാണ്. ഈ പാൽപ്പൊടി കച്ചവടം നമ്മളോട് ഏൽക്കുന്നില്ല. അപ്പോ ഈ ധർമ്മശാസ്താവിന്റെ ക്ഷേത്രത്തിലെ ചൈതന്യ ലോപം വരുത്താൻ വേണ്ടിയാണ് ഈ അരാജകവാദികളെയും ആർത്തവകാലികളെയും കയറ്റുന്നത്. ബൈബിളിലെ ലെവിക്ടസ്, പഴയ നിയമത്തിലെ ലെവിക്ടസിൽ കൃത്യമായി പറയുന്നു ആർത്തവകാലീനങ്ങൾ അശുദ്ധങ്ങളാണെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. നിങ്ങളെന്താ അത് മാത്രം പറയാത്തത്? പഴയ നിയമത്തിലെ ലെവിക്ടസിന്റെ എടുത്ത് വായിച്ചു നോക്കൂ. ആർത്തവം അശുദ്ധിയാണെന്നും ആ സമയത്ത് സ്ത്രീകൾ ആരാധനകൾ പങ്കെടുക്കരുതെന്നും ആർത്തവകാലീനങ്ങൾ അശുദ്ധങ്ങളാണെന്നും ബൈബിളിൽ പറയുന്നുണ്ട് പഴയ നിയമത്തിൽ. നിങ്ങളെന്താ തന്ത്രസമുച്ചയം കത്തിക്കുന്നത് പോലെ ബൈബിൾ കത്തിക്കാൻ തയ്യാറാവുന്നത്? സണ്ണി കപ്പിക്കാട്ടെ, നിനക്കൊക്കെ എവിടെ നിന്നാണ് ആഹാരമെന്നും ചെല്ലും ചെലവെന്നും ഞങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. ആ കളി ഇനി വേണ്ട എന്ന് പറയാൻ കൂടി ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ധൈര്യത്തോടെ ഇരിക്കുക. നമ്മുടെ ആചാരങ്ങൾ കയറി തൊടാനോ ആരെയും അനുവദിക്കാതിരിക്കുക. അതിന് അറിവ് വേണം. നമ്മുടെ ശാന്തി ദുർബലതയായി ആരും കണക്കാക്കാതിരിക്കട്ടെ. നമ്മൾ കാണിക്കുന്ന ശാന്തപ്രകൃതം നമ്മുടെ ദുർബലതയാണെന്ന് ആരും വിചാരിക്കരുത്. അതുകൊണ്ട് ക്ഷേത്രത്തെ ആത്മീയ കേന്ദ്രങ്ങളാക്കി പരിവർത്തിപ്പിക്കണം. കോടിക്കണക്കിന് രൂപയുടെ കരിമരുന്ന് പ്രയോഗം നടത്തുന്നിടത്ത് ആ തുക ഗീതയിലെയും വേദത്തിലെയും ഉപനിഷത്തുക്കളിലെയും നല്ല സന്ദേശങ്ങൾ പ്രിന്റ് ചെയ്ത് ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ട് വരുന്നവർക്ക് സൗജന്യമായി കൊടുക്കാൻ ശ്രമിച്ചു നോക്കൂ. ഒരു കൊല്ലം കൊണ്ട് വലിയ മാറ്റം ഉണ്ടാവും. ആധ്യാത്മിക സീഡുകൾ പണം വാങ്ങിയിട്ടാണെങ്കിൽ ഏർപ്പെടുത്തു, ആൾക്കാർ കൊടുക്കൂ, നല്ല മാറ്റം ഉണ്ടാവും. ഈ കോടിക്കണക്കിന് രൂപ പൊട്ടിച്ചു കളയാതെ നല്ല കാര്യങ്ങൾ കൊണ്ട് ഉപയോഗിക്കാൻ പഠിക്കണം. ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങളാണ്, മനസ്സിന്റെ ഏകാഗ്രതയ്ക്ക് വേണ്ടിയുള്ളതാണ്. മാത്രവുമല്ല രാജഭരണകാലത്ത് ഭരണശിലാകേന്ദ്രം കൂടിയാണ് ക്ഷേത്രം. ക്ഷേത്രത്തിലെ ദേവതയ്ക്ക് ദേശത്തിലെ രാജാവിന്റെ സ്ഥാനമുണ്ട്. കേരളത്തിൽ വിശേഷിച്ചും ദേശദേവത രാജാവാണ്, രാജ്ഞിയാണ്. അതുകൊണ്ടാണ് പുരുഷന്മാർ ഷർട്ട് ഊരിയിട്ട് പോണത്, ഉത്തരയും ധരിക്കേണ്ട പോണത് എന്തുകൊണ്ടെന്നറിയോ? രാജാവിന്റെ മുമ്പിൽ പോകുമ്പോൾ എവനാണെങ്കിലും ഉത്തരയും പാടില്ല. ഉത്തരയും ഒന്നല്ലെങ്കിൽ ഊരിയിട്ട് ഇടത്തെ കൈത്തണ്ടയിൽ ഇടണം, അല്ലെങ്കിൽ അരയിൽ കെട്ടണം. പണ്ട് സ്ത്രീകൾ മാറു മറച്ചിരുന്നില്ലെന്ന് അറിയാമല്ലോ. എല്ലാ നമ്പൂരി സ്ത്രീകളാണെന്ന് വെച്ചാൽ ഒരു തുണി ഉത്തരയും പോലെ ഇടലുള്ളൂ. അങ്ങനെ മാറു കാട്ടണ പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല, വലിയ വിപ്ലവമൊന്നും അല്ലാതെ. പിന്നെ നിങ്ങൾ പറയണ മുല മുറിച്ചു കൊടുക്കുന്നാലോ? ശരീരത്തില് നഖം, മുടി, ഈ 2 കാര്യങ്ങളേ ഉള്ളൂ ജീവനുള്ളപ്പോൾ മുറിച്ചാൽ വേദന എടുക്കാത്തത്. അല്ലാതെ ശരീരത്തിന് ഈ മുല മുറിച്ചു കൊടുത്തു നങ്ങേലി എന്ന് പറയുന്ന ആരെങ്കിലും ചെറുവരിൽ ഒന്ന് മുറിച്ച് കാണിച്ചു തരാണ് ഞാനത് വിശ്വസിക്കാത്ത. നങ്ങേലി മുല മുറിച്ചു കൊടുത്തു എന്ന് പ്രചരിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു നേതാവ് ചെറുവിരലൊന്ന് അയാളുടെ സ്വന്തമായിട്ട് ജീവനോട് അർത്ഥ കാണിച്ചാൽ ഞാൻ വിശ്വസിക്കാം. സാധിക്കില്ല. ഹ്യൂമൻ അനാറ്റമി അങ്ങനെയാണ്. ജീവനോട് കൂടി നമ്മൾ തന്നെ മുറിച്ചാൽ ഗതം. മനസ്സിലായില്ലേ?
എന്നിട്ട് അവിടെയാ പറയണം ഒരു മുല പോലെ 2 മുലയും മുറിച്ചു കൊടുത്തത്. എന്നിട്ട് ഇലയിൽ വെച്ച് കൊടുക്കുക സന്തോഷത്തോടെ. ഇമ്മാതിരി മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞിട്ട് നവോത്ഥാനം ഉണ്ടാക്കണം നിങ്ങളുണ്ടല്ലോ, നിങ്ങൾക്ക് നൊബേൽ പ്രൈസ് തരണം വെട്ടിത്തരത്തിനുള്ള. അതുകൊണ്ട് ഇതൊന്നും ഇനി ഹിന്ദുക്കൾ വിശ്വസിക്കില്ല. നഖം മുറിച്ചു കൊടുത്തിട്ടുണ്ടാവും. നഖം മുറിച്ച വേദനക്കില്ല, നഖം മൊത്തം പറിച്ചാൽ വേദനക്കും, നഖത്തിന് എത്ര മുറിച്ച വേദനക്കില്ല, മുടി മുറിച്ചാലും വേദനക്കില്ല. അല്ലാതെ ശരീരത്തിലെ ഒരു ഭാഗം സ്വയം മുറിക്കാൻ നോക്കിയാൽ വിവരം എന്താണെന്നറിയോ? എന്തായാലും ക്ഷേത്രങ്ങൾ ആധ്യാത്മിക കേന്ദ്രങ്ങളാവാത്തതിന്റെ പ്രശ്നമാണ് ഹിന്ദുക്കൾക്ക്, വേറൊന്നുമല്ല. ഒരു ക്ഷേത്രത്തിൽ വരുന്ന ഒരു കുട്ടിയാവട്ടെ, ഹിന്ദു പെൺകുട്ടിയോ ആൺകുട്ടിയോ ആവട്ടെ, വന്നു കഴിഞ്ഞാൽ അല്പനേരം അവിടെ അടങ്ങിയിരുന്ന ദേവതയുടെ മൂലമന്ത്രം ജപിക്കാനുള്ള സൗകര്യം ഉണ്ടാവണം. മിക്ക ക്ഷേത്രങ്ങളും കഴകക്കാരെ കൊണ്ട് തല്ലാണ്. അവരുടെ പുറക്കെയുള്ള ആക്രോശങ്ങളും വിളികളും കൊണ്ട് ശല്യമാണ്. അവന്മാരെ ആദ്യം അടക്കി നിർത്തണം. ക്ഷേത്രത്തിനകത്ത് മന്ത്രജപമല്ലാതെ മറ്റൊരു ശബ്ദം കേൾക്കാൻ പാടില്ല. ഒരു മാല കെട്ടുന്ന അങ്ങോട്ട് വിളിച്ചു പറയാം, അവന്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞ കഥയും അമ്പലത്ത് പറയാൻ പാടില്ല. ക്ഷേത്രത്തിനകത്ത് പൂർണ്ണ നിശബ്ദത ഉണ്ടാവണം. ശബ്ദം മന്ത്രജപത്തിന് മാത്രം ബോർഡ് എഴുതി സൂക്ഷിക്കണം അകത്ത്. ശബ്ദം മന്ത്രജപത്തിന് മാത്രം. മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഉത്തരീയ വിട്ടുകൊണ്ട് ചിലരുണ്ട്, ചില ആഢ്യന്മാരെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കർഷകന്റെ ഒരു നേരിയത് വാങ്ങും. എന്നിട്ട് അത് കറക്റ്റ് കൃത്യമായിട്ട് സൂപ്പർമാന്റെ വാരി പുറത്ത് കുറയ്ക്കും, ഡിങ്കിന്റെ മാതിരി ത്രികോണാക്കിയിട്ട് അങ്ങനെ കുറെ എഫർട്ട് എടുക്കും. എന്നിട്ട് ഇവൻ വന്നിട്ട് തൊഴുന്നൊക്കെ എല്ലാവരും കാണണം. ആ പരിപാടി ഒന്നും വേണ്ട. മേലെ കൊണ്ട് കൊടുക്കാൻ പാടില്ല, നിന്നെ കാണാനല്ല അവിടെ ഇരിക്കണത്. ദേവത നാട്ടുരാജാവിന്റെ സ്ഥാനമാണ്. അവിടെ പോയാൽ ഉത്തരീയം ഒന്നും പാടില്ല. അരയെ കെട്ടിക്കോളണം, അല്ലെങ്കിൽ അടുത്ത കൈത്തണ്ടലിടണം. ഇത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അപ്പുറത്ത് നടത്തിയ കഥയിലേക്ക് ഇവരെന്ത് ചെയ്തു? ഷർട്ടിന്റെ അവസാനത്തെ ബട്ടൺ വരെ ഊരി, അവസാനത്തെ മാത്രം ഊരിയില്ല. എന്നിട്ട് ഒരു സൈഡിൽ കൂടെ കണ്ട് അഴിച്ചിട്ടിരിക്കുക. ഈ എക്സ്റേ എടുക്കാൻ പോകുമ്പോൾ കണ്ടിട്ടില്ലേ? അങ്ങനെ ഒരു കൂട്ടം ആളുകൾ. ഞാൻ ഇത് നമ്മുടെ എക്സ്റേ മെഷീൻ സ്ഥാപിച്ചു അമ്പലത്തില്. മൊത്തം ഊരിയാല് ഹിന്ദുവിന്റെ വിരിഞ്ഞ മാറ് കാണുമല്ലോ. മനസ്സിലാവണോ? ആരോഗ്യമില്ല, അതുകൊണ്ടാണ്. ശരീരം കണ്ടാൽ ലജ്ജിക്കേണ്ടി വരുന്നതുകൊണ്ടാ. ശരീരത്തിന് ആരോഗ്യമില്ലാത്തതുകൊണ്ടാണ്. കുടവയറും പൊട്ടിയ നെഞ്ചും ഒലുപ്പിയ കൈയുമായിട്ട് നടക്കുന്ന ഹിന്ദുവിനെ ആർക്കും ഭരിക്കാം. അതുകൊണ്ട് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, what the nation wants is muscles of iron and nerves of steel. ഈ രാജ്യത്തിന് ആവശ്യം ഇരുമ്പിന്റെ പേശികളും ഉരുപ്പ് ഞരമ്പുകളുമാണെന്ന് പറഞ്ഞു. ഇരുമ്പിന്റെ വേണ്ട, മരത്തിന്റെ എങ്കിലും ഉണ്ടായാൽ മതി. മനസ്സിലായോ? നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവണം. ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവാൻ എന്ത് ചെയ്യണം? ആയോധന കലകൾ നിശ്ചയമായിട്ടും പഠിച്ചിരിക്കണം. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കളരിക്ക് വിടണം. ഒരു 7 വയസ്സൊക്കെ ആയിട്ട് കളരിക്ക് വിടണം. ഒരു 5-6 കൊല്ലം അവർ കളരി പഠിക്കണം നിർബന്ധമായിട്ട്. ഇനി കളരിക്ക് വിടുന്നില്ലെങ്കിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ശാഖയിൽ വിട്ടാലും മതി. പറയാൻ പാടില്ലേ? പറയാൻ പാടില്ല. കളരിക്ക് വിടുക, അല്ലെങ്കിൽ സംഘശാഖയിൽ വിടുക. ആരോഗ്യം ഉണ്ടാവണം, അതിനാണ്. ആർക്കും പെട്ടെന്ന് മൂക്ക് തോണ്ടാൻ തോന്നരുത്. മനസ്സിലാവണ്ടോ? ആരോഗ്യമുള്ള ഒരു തലമുറ ഉണ്ടായി വരണം. ശാഖയിൽ വിടുന്നില്ലേ, കളരിക്ക് വിടണം. എല്ലാം ശാഖയിൽ എത്തിക്കോളും. ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവണം. ഹിന്ദുക്കൾക്ക് ഇല്ലാത്തത് അതാണ്. ആരോഗ്യമുള്ള ശരീരം കോൺഫിഡൻസ് കൊണ്ടുവരും. പിന്നെയോ, ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അവരെ പഠിപ്പിക്കണം. അവിടെ ലഘു പുസ്തകങ്ങൾ, ചെറിയ ചെറിയ പുസ്തകങ്ങൾ അടിച്ചു വിതരണം ചെയ്യണം. നമ്മുടെ ശാസ്ത്രങ്ങളുടെ സാരം വലിയ ക്ഷത്രജ്ഞ സംസ്കൃതം പറയണ്ട. ലളിതമായിട്ട് എന്താണ് ഭാഗവതത്തിലുള്ളത്, എന്താണ് വേദത്തിലുള്ളത്, എത്ര വേദമുണ്ട്, വേദം എങ്ങനെ ഉണ്ടായി, എന്താണ് നമ്മുടെ സങ്കല്പപ്രകാരം മോക്ഷം, എങ്ങനെ ജീവിക്കണം, ധർമ്മശാസ്ത്രത്തിൽ എങ്ങനെയാണ് വീട്ടിൽ കയറുമ്പോൾ പാദം പ്രക്ഷാളനം നടത്തണം, എങ്ങനെ കുളിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ചെറിയ ചെറിയ ലഘുലേഖകളായിട്ട് പ്രിന്റ് ചെയ്ത് ഓരോ ക്ഷേത്രത്തിൽ വെച്ച് വരുന്നവർക്ക് സൗജന്യമായി കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായില്ലേ? സൗജന്യമായിട്ട് കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ നോക്കൂ, 1 കൊല്ലം കഴിയുമ്പോഴേക്ക് ശരീരം, മനസ്സ്, ബുദ്ധി എന്നിവ വികസിച്ച പൂർണ്ണ ഹിന്ദുവിനെ നമുക്ക് കാണാൻ സാധിക്കും. അത് ഉണ്ടാക്കിയെടുക്കാനാണ് ക്ഷേത്രങ്ങൾ. അതിലേക്കുള്ള പരിശ്രമം വേണം. വെറുതെ പടക്കം പൊട്ടിച്ചിട്ട് പണം കളയരുത്. നമുക്കതിന് പണമില്ല, കളയാൻ. അത് മനസ്സിലാക്കിക്കോളൂ. ഇത്രയും കാര്യം പറയണം. 9 മണിയായി. ഇതുവരെ കേട്ട് തന്നെ സഹിച്ച എല്ലാവർക്കും
ഈശ്വരനാമത്തെ നമസ്കാരം. ഹര ഹര നമഃ പാർവതീപതയേ, ഹര ഹര മഹാദേവ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. കൈയടിക്കരുത്. നിർത്തിക്കോ, ലൈവ് നിർത്തിക്കോ. ദേവി